الذي أيدك بنصره وبالمؤمنين يا أيها النبي حسبك الله ومن اتبعك من المؤمنين صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. إن الله قد اطلع على أهل بدر وقال لهم اعملوا ما شئتم. قال الحبيب سيدنا رسول الله صلى الله عليه وسلم يا رب بالهادي الشفيع محمد خير الخلائق سيد الشفعاء وأنيسه في الغار سيدنا أبي بكر المقدم أول الخلفاء ورفيقه الفاروق سيدنا الفتى عمر الخليفة أول الأمراء والصهر ذي النورين عثمان الذي قد خصه المولى بحسن حيائي وعلي نصف بالوصي المرتضى مرد العداة بذبل وضباء وبحمزة الكرار عم المصطفى أسد الإله وسيد الشهداء وعلى أمة سيدنا مولانا محمد. അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂടിയത് ഇതെല്ലാം ആയിരക്കണക്കിന് സൽക്കർമ്മങ്ങളായി നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. ഇഹത്തിലും പരത്തിലും വിജയം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ അല്ലാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ സദസ്സിലെ ആണു പെണ്ണ് വലുത് ചെറുത് എല്ലാവരെയും പരിശുദ്ധ ശഅബാന്റെ ബറക്കത്ത് കൊണ്ട് അനുഗ്രഹിച്ച് റമളാന്റെ പുണ്യം കൊണ്ട് സ്വർഗം കിട്ടുന്ന കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. അമ്പിയാക്കൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവർഗത്തിൽ ഏറ്റവും ഉത്തമന്മാർ ബദരീങ്ങളാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് പറഞ്ഞു എന്ന് ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. മലായിക്കത്തിൽ ഏറ്റവും ഉത്തമന്മാർ ബദരീങ്ങളായ മലക്കുകളാണ്. ജിന്നുകളിൽ ഏറ്റവും ഉത്തമന്മാർ ബദരീങ്ങളായ ജിന്നുകളാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് ഹബീബുന റസൂലുള്ളാഹി. വലഖദ് നസറകുമുല്ലാഹു ബിബദരിൻ, ബദരീങ്ങളെ കൊണ്ട് തീർച്ചയായും അല്ലാഹു നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. ബിബദരിൻ എന്ന് പറഞ്ഞാൽ ബദറിലെ കല്ല്, മണല്, കാറ്റ്, പുല്ല്, മുൾച്ചെടികൾ, ഒട്ടകം എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ബിബദരിൻ എന്ന് പറഞ്ഞാൽ ബദരിൽ പങ്കെടുത്ത മഹാന്മാരുടെ ഈമാന്റെ ഉശിരുകൊണ്ട് അല്ലാഹു ലഖദ് തീർച്ചയായും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. ആ ആയത്തിന്റെ അവസാന ഭാഗം ഫത്തഖുല്ലാഹ ലഅല്ലകും തഷ്കുറൂൻ,
റഈസുൽ മുഫസ്സിരീൻ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ലോകാവസാനം വരെയുള്ള മുഅ്മിനീങ്ങൾ ബദറിന്റെ പേരിൽ ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ്. അല്ലാഹു ആ വകയിൽ നമ്മുടെ മജ്ലിസ് വലിയ ശുക്റിൻ്റെയും അതുവഴി വലിയ വിജയം, അനുഗ്രഹം, അതിൻ്റെ എല്ലാം അർഹതയുള്ള കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരാണ്? ആകാശഭൂമികളെ പടച്ചവൻ, നിങ്ങളെയും നിങ്ങളുടെ ഉപ്പ ഉമ്മമാരെയും പടച്ചവൻ, സമുദ്രങ്ങളെയും 7 ആകാശങ്ങളെയും പടച്ചിട്ടുള്ള, അങ്ങനെ എത്രയെത്ര വിശേഷണങ്ങൾ പടച്ചവനെ പറ്റി ഖുർആനിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഹുവല്ലദീ ഖലഖക്കും മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫത്തിൻ. ഒക്കെ അല്ലാഹുവിൻ്റെ മഹത്വം പറയുന്ന പരിശുദ്ധ ഖുർആൻ വചനങ്ങളാണ്. ഹുവല്ലദീ, അതേപോലെ അല്ലാഹു പറയുന്നു, ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ, അവൻ്റെ സഹായം കൊണ്ടും മഹാന്മാരായ മുഅ്മിനീങ്ങളെ സഹായം കൊണ്ടും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവനാണ് അല്ലാഹു. അല്ലാഹു പോരെ എന്ന് അള്ളാഹിനോട് ചോദിച്ചാൽ മതിയാവും. ഹുവല്ലദീ, തീർച്ചയായും അല്ലാഹു ഒരുത്തനാണ്. അയ്യദക, അവൻ നിങ്ങളെ സഹായിച്ചു നബിയെ. ബിനസ്രിഹി, അവൻ്റെ സഹായം കൊണ്ട്. വബിൽ മുഅ്മിനീൻ, ആ മുഅ്മിനീങ്ങൾ ആരാണ്? നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി, അവിടുത്തോടൊപ്പമുള്ള ടോപ്പ് സ്വഹാബിമാരാകുന്ന മഹാമുഅ്മിനീങ്ങൾ, ബദരീങ്ങൾ. അല്ലാഹു അവൻ്റെ സഹായം കൊണ്ടും ബദരീങ്ങളെ കൊണ്ടും നിങ്ങളെ സഹായിച്ചിട്ടുള്ളവനാണ് എന്ന് റബ്ബിനെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. സൂറത്തുൽ അംഫാലിലെ അടുത്ത ആയത്ത്, യാ അയ്യുഹൻ നബിയു, അതുകൊണ്ട് ഓ മുത്തു നബിയെ, ഹസ്ബുക്കല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹു മതി. മതിയല്ലോ. പക്ഷെ ആയത്ത് അവിടെ തീരുന്നില്ല. അല്ലാഹു പറയുന്നു, ഹസ്ബുക്കല്ലാഹു, നിങ്ങൾക്ക് അല്ലാഹു മതി. വമനിത്തബഅക മിനൽ മുഅ്മിനീൻ, നിങ്ങൾക്കൊപ്പമുള്ള ഈ മുഅ്മിനീങ്ങളും മതി. സയ്യിദുനൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പമുള്ള ഇത്തിബാഅ് ചെയ്ത ആ വലിയ മുഅ്മിനീങ്ങൾ ആരാണ്? ബദരീങ്ങളാണ്. അപ്പൊ അല്ലാഹു എന്ന് പറഞ്ഞാൽ തൻ്റെ സഹായവും ബദരീങ്ങളെ സഹായവും നിങ്ങൾക്ക് നൽകുന്നവനാണ്. മുത്തുനബിയെ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ സഹായമുണ്ട്, ബദരീങ്ങളെ സഹായമുണ്ട്. ഇതെല്ലാം അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു ശരിയായ ഇൽമ്, ഈമാൻ, തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും നിലനിർത്തി തരുമാറാകട്ടെ. സജ്ജനങ്ങളെ കൂട്ടിപ്പിടിക്കുന്നത് എന്തോ വലിയ കുറ്റമായി ചിലരിങ്ങനെ അഭിപ്രായപ്പെടാറുണ്ട്. അങ്ങനെയല്ല ഇസ്ലാം പഠിപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ബഹുമാനപ്പെട്ട ബദർ ശുഹദാക്കളും ബദർ പോരാളികളും, അവരെപ്പറ്റി നമ്മളെ ബദരിയയിൽ മാത്രമല്ലല്ലോ പരാമർശമുള്ളത്. സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, ബാബു അസ്മാഇ അഹ്ലി ബദരിൻ അലാ തർതീബി ഹുറൂഫിൽ മആജിം. പറയുന്ന അധ്യായം സ്വഹീഹ്
മുഹാജിരി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നാണ് ബദരീങ്ങളിൽ ഒന്നാമൻ. ഇബ്തഗുൽ ഫളല മിനർ റുഹമാഇ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവിൻ്റെ ഔദാര്യം നിങ്ങൾ ചോദിച്ചു വാങ്ങേണ്ടത് റുഹമാ, കാരുണ്യമുള്ള ആർദ്രതയുള്ള മനുഷ്യപ്പറ്റുള്ള നല്ല നല്ല ആളുകളോടാണ് എന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. റുഹമാഉ ബൈനഹും എന്ന് ഖുർആൻ പറഞ്ഞത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. സ്വഹാബത്തിനെ പറ്റി അവരെയൊക്കെ നമ്മൾ മുറുകെ പിടിക്കുന്നു. അതിൻ്റെ പ്രഖ്യാപനമാണ് ഈ മജ്ലിസ്. അല്ലാഹു കബൂലാക്കി തരട്ടെ. മഹാത്മാക്കളുമായുള്ള ബന്ധം മണ്ണിനടിയിലും നിലനിൽക്കും, തുടരും. നബി സല്ലല്ലാഹു സജ്ജനങ്ങളുടെ നടുവിൽ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മറവു ചെയ്യുവീൻ. നബിയുനാ റസൂലുള്ളാഹി. അതിൻ്റെ ഗുണം ഉണ്ടാകും. മഹാന്മാരെ കൊണ്ട് അള്ളാഹു നമുക്ക് വലിയ കാവലും പൊരുത്തവും സന്തോഷമൊക്കെ നൽകട്ടെ. ഈ പരിപാടിൻ്റെ പേരാണ് തവസ്സുല്. ഇതെന്തോ വലിയ തെറ്റാണ് എന്ന രൂപത്തിൽ കുറേ ഒച്ചപ്പാടുകൾ നമ്മൾ പലപ്പോഴും കേട്ടതാണ്. അതിൻ്റെ വിശദാംശമൊന്നും ഇപ്പം പറയുന്നില്ല. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വരി അവിടുന്ന് ചൊല്ലിയ കവിതയിൽ നമുക്ക് വായിക്കാം. ആ കവിത ഫീ 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 എന്നിങ്ങനെ തീരുന്ന കവിതയാണ്. അതിൽ കാണാം, അല്ലാഹു യൻസുറുനാ وأحمد وسطنا كالبدر ينصف وهو ليس بكاسف. അല്ലാഹു യൻസുറുന, പടച്ചോ നമ്മളെ സഹായിക്കും. വഅഹ്മദു വസ്ത്വന, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് നടുവിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു സഹായിക്കും. ഇതാണ് തവസ്സുൽ. മറ്റൊരർത്ഥം പറയാം, അല്ലാഹു യൻസുറുനാ, അല്ലാഹു നമ്മളെ സഹായിക്കും. വഅഹ്മദു, മുത്തുനബി, വസ്ത്വന, അല്ലാഹുക്കും നമുക്കും ഇടയിലുണ്ട്. എന്നാലും തവസ്സുലാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വരികൾ കേട്ടു നോക്കൂ. കൽബദിരി, പൂർണ്ണചന്ദ്രനെ പോലെ, അൻസ്വഫ, ആകാശത്തെ രണ്ടായി പകുത്ത് നടുവിൽ കാണപ്പെടുന്ന പൂർണ്ണചന്ദ്രനാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദാഹരണമാണ്. ഭൂമിന്റെ നടുവിൽ പിറന്നു വീണ മുഹമ്മദ് മുസ്തഫ. ശരിയാണ്, മക്ക അങ്ങനെയാണ്. ആകാശത്തെ രണ്ടായി പകുത്ത് നടുവിൽ. എങ്ങനെയാണ് ചന്ദ്രനെ കാണാൻ സുഖം, പരിചയപ്പെടുത്താൻ എളുപ്പം. കൽബദിരി അൻസ്വഫ വഹുവ ലൈസ ബികാസിഫി, ഗ്രഹണം പറ്റിയിട്ടില്ല, മൂടല് വന്നിട്ടില്ല, പൂർണ്ണ തിളക്കത്തോടെ കൃത്യമായ ശോഭയോടെ ആകാശത്തിൻ്റെ നടുവിൽ കാണപ്പെടുന്ന പൂർണ്ണചന്ദ്രനെ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ് നമുക്ക് നടുവിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു സഹായിക്കും. ഒരർത്ഥം, അല്ലാഹുക്കും നമുക്കും ഇടയിലുണ്ട്. അതുകൊണ്ട് അല്ലാഹു സഹായിക്കും. ഇതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പാടിയ വരി. ഇതിൽ ബദർ എന്ന വാക്കുണ്ടോ? ഉണ്ടല്ലോ, കൽബദിരി. അപ്പൊ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പാടിയ ബദരിയത്ത് എന്ന് പറഞ്ഞാൽ പോലും കൃത്യമാണ് ആ വരികൾ. സുബ്ഹാനല്ലാഹ്, തവസ്സുലാണ് നമ്മുടെ മജ്ലിസിന്റെ ഉള്ളടക്കം. അല്ലാഹ് കബൂൽ ചെയ്യട്ടെ. ഒരുപാട് കാലം ദീനിന്റെ ഇൽമിന്റെ, ദീനീ ദഅവത്തിന്റെ പ്രതീകമായി ശാന്തമായൊരരുവി പോലെ എവിടെയങ്ങ് ഒഴുകിയിരുന്ന ബഹുമാനപ്പെട്ട മൊയ്തു ഉസ്താദ്, അല്ലാഹു സ്വർഗ്ഗം കൊടുക്കട്ടെ, ദറജ ഏറ്റി കൊടുക്കട്ടെ.
അള്ളാഹു വലിയ സൽക്കർമ്മങ്ങളെല്ലാം 1000 മടങ്ങ് പ്രതിഫലത്തോടെ കബൂൽ ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ വല്ലതും പറ്റിപ്പോയെങ്കിൽ രാജാവായ റബ്ബ് അവൻ്റെ മഹത്വം കൊണ്ട് അതെല്ലാം മാപ്പാക്കി കൊടുക്കട്ടെ. വഇബാദുർ റഹ്മാൻ, അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ, അല്ലദീന യംശൂന അലൽ അർദി ഹൗനാ, അവരെത്ര വിനയത്തോടെ, എത്ര ലാളിത്യത്തോടെ, എത്ര പ്രശാന്തതയാണ് അവരുടെ ജീവിതത്തിൽ കാണുക. ആരെങ്കിലും വല്ല അപകടവുമൊക്കെ ആയിട്ട് വന്നാൽ അവര് അതിൽ നിന്ന് സുന്ദരമായി ഒഴിഞ്ഞു മാറിക്കളയും. അവരൊരിക്കലും വഴക്കാളികളല്ല, പ്രശ്നക്കാരല്ല എന്ന് ഇബാദുർ റഹ്മാനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുമ്പോൾ പ്രയോഗിച്ച ആദ്യത്തെ ആ ഒരു വചനം, അതിൻ്റെയൊക്കെ നേർസാക്ഷ്യമായി നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഈ പ്രദേശത്തിൻ്റെ മാനസപുത്രൻ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഗുരു, പ്രിയങ്കരനായ ഗുരുവര്യൻ, ഈ മജ്ലിസിന് കണ്ട് ആനന്ദിക്കുന്ന റാഹത്തും അല്ലാഹു ബഹുമാനപ്പെട്ടവർക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ ഉണ്ടോ എന്നൊരു സംശയം മനസ്സിൽ വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇന്ന അവ്വല തുഹ്ഫത്തിൽ മുഅ്മിനി ഫീ ഖബ്രിഹി, മുഅ്മിനായ ഒരു മനുഷ്യന് ഖബറിൽ ആദ്യത്തെ സന്തോഷം ഇഖ്ബാറുഹു അമ്മൻ ഹദറ ജനാസതഹു ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ മരിച്ചപ്പോൾ ആരൊക്കെ വീട്ടിൽ വന്നിരുന്നു, ആരൊക്കെ ദുആ ചെയ്തു, ആരൊക്കെയാണ് മയ്യിത്ത് നിസ്കരിച്ചത്, ആരൊക്കെയാണ് യാസീൻ ഓതിയത്, പിന്നെ ആരൊക്കെയാണ് അടുത്ത ദിവസം വന്നത്, നിങ്ങൾ ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ആലിമീങ്ങളും സയ്യിദുമാരും ഒക്കെ വന്നിരുന്നോ, എവിടെയാണ് നിങ്ങൾക്കെല്ലാം വേണ്ടി ദുആ നടന്നത്? ഈ രൂപത്തിലുള്ള പ്രസ് റിലീസ് ആ മരിച്ച ആളുകൾക്ക് അല്ലാഹു നൽകുന്നു. ഇതാണ് ഖബറിലൊരു മുഅ്മിന് അല്ലാഹു ആദ്യം കൊടുക്കുന്ന സന്തോഷമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അങ്ങനെ വരുമ്പോൾ ഈ മസ്ജിദിൻ്റെ മദ്രസയുടെ ഹാളിൽ ഒരുമിച്ചുകൂടി അബാലവൃദ്ധം, ആണ്, പെണ്ണ്, വലുത്, ചെറുത്, എല്ലാവരും ഒരു വ്യത്യാസവുമില്ലാതെ ആ വ്യക്തിയെ പറയുകയാണ്, അദ്ദേഹത്തെ അനുസ്മരിക്കുകയാണ്, അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുകയാണ്. തീർച്ചയായും ഖബറിൽ അതിൻ്റെ സന്തോഷം സജ്ജനങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും, തിരിച്ചറിയാൻ കഴിയും. ആ പേരുകളൊക്കെ വായിച്ച് ആ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് അവരങ്ങ് സന്തോഷിക്കുമെന്ന് നബിയുനൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ രൂപത്തിൽ മഹത്തുക്കളെ പൊരുത്തമുള്ള നല്ല മജ്ലിസായി നമ്മുടെ ഈ മജ്ലിസ് അല്ലാഹു കബൂലാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. എന്നാണ് ആണ്ടിന്റെ ദിവസം അതിന്റെ കൃത്യം? റജബ് 29. ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ടിന്റെ ദിവസമാണ്. ഇന്നലെ ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആണ്ടിന്റെ ദിവസമാണ്. എത്ര വലിയ വലിയ മഹത്തുക്കളെ നമുക്ക് ഓർക്കാനുണ്ട് ഈ മാസങ്ങളിൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെയൊക്കെ സ്നേഹിച്ചതിൻ്റെ വലിയ പ്രതിഫലം നമുക്കൊക്കെ അല്ലാഹു നൽകട്ടെ. അവരെ സ്നേഹിച്ചാൽ വല്ല കാര്യമുണ്ടോ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, തഹാദൗ, നിങ്ങൾ അങ്ങോട്ട് ഹദിയ കൊടുത്താൽ തഹബ്ബൂ, അവരിൽ നിന്ന് ഇങ്ങോട്ട് മഹബ്ബത്ത് കിട്ടും കേട്ടോ. ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അങ്ങനെ നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്താൽ, സ്വതഖ ചെയ്താൽ, സിയാറത്ത് ചെയ്താൽ, ഫാത്തിഹ ഓതിയാൽ, അങ്ങനെ എവിടെയുള്ളത്?
സുബ്ഹാനല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോൻ ഇബ്രാഹിം എന്ന കുഞ്ഞ് 18 വയസ്സ് മാത്രം, 18 മാസം മാത്രം അറ്റുനോറ്റ് പോറ്റിയെടുത്ത പൊന്നുമോൻ കരതലങ്ങളിൽ മരിച്ചു കിടക്കുന്നു. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹയോതി, ഇഖ്ലാസ് മുഅവ്വിദത്തൈനി സൂറത്തുകളോതി, എന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഹ്ദി മിസ്ല സവാബി ഹാദിഹി, ഞാൻ ഈ ഓതിയതിൻ്റെ സവാബ് പോലോത്ത സവാബ് ഇതിങ്ങനെ തന്നെ എൻ്റെ മകൻ്റെ പരലോക ജീവിതത്തിലേക്ക്, അവൻ്റെ ഖബറിൻ്റെ നനഞ്ഞ മണ്ണിലേക്ക് അവന് ആസ്വദിക്കാൻ പറ്റുന്ന രൂപത്തിൽ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ദുആ ചെയ്യുന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അങ്ങനെയാണ് ഫാത്തിഹ ഓതി ദുആ ചെയ്യണം. മറ്റു ചില ഹദീസുകളിലുണ്ട് അൽ ബഖറ ഓതണേ, വേറെ ചില ഹദീസിലുണ്ട് ഇഖ്ലാസ് സൂറത്ത് 11 വട്ടം ഓതണേ, മറ്റു ചില ഹദീസുകളിലുണ്ട് ഇഖ്ലാസ് 3 വട്ടം ഓതണേ, മറ്റു ചില ഹദീസുകളിലുണ്ട് ഇഖ്ലാസും മുഅവ്വിദത്തൈനിയും ഓതണേ. ഇനി ചില ഹദീസുകളിലുള്ളത് മഖാബിർ എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ, മഖ്ബറകളെ പറ്റി, ഖബറിനെ പറ്റി പറയുന്ന സൂറത്ത്, ആ സൂറത്ത് ഓതണേ. ഇതെല്ലാം നിർദ്ദേശിച്ചത് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. കാര്യപ്പെട്ടൊരു സൂറത്ത് ഞാൻ വിട്ടുപോയി, പറഞ്ഞിട്ടില്ല. ഏതാ? യാസീൻ, ഇഖ്റഉ അലാ മൗതാക്കും, സൂറത്ത് യാസീൻ. മരിച്ചവർക്ക് വേണ്ടി യാസീൻ ഓതണേ. ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. യാസീന് 59 ആയത്താണ്, യാസീന് 53 ആയത്താണ്. ആ യാസീൻ എന്ന് പറയുന്നത് യാസീന് 83 ആയത്താണ്. ഉള്ളിപ്പെറുക്കി എണ്ണിയാൽ ആ യാസീനിലെ, ഞാൻ തുറന്നുതരാം, ആ യാസീനിലെ 1000 കലിമത്തുകളുണ്ട്. 1000 കലിമത്തുകൾ 1000 സമ്മാനപ്പൊതികളായി പ്രിയപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട നബിയുൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മിപ്പിക്കുന്നു. സഹോദരന്മാരെ, ആലോചിച്ചു നോക്കൂ, 1000 കലിമത്തുകൾ ഉണ്ട്. കൃത്യമായി എല്ലാം അങ്ങ് ഒപ്പിച്ച് എണ്ണിയാൽ 1000 ഹദിയകൾ നമ്മൾ ദുആ ചെയ്തത് അല്ലാഹു കബൂലാക്കിയാൽ പ്രിയപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കുമെന്ന് ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യാസീനൊക്കെ ഓതണം. ഇങ്ങനെയൊക്കെ ഓതാനും ഒക്കെ അതിൻ്റെ വലിയ പ്രതിഫലവുമെല്ലാം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അങ്ങനെ നമ്മൾ ഓതുന്ന യാസീൻ അവർക്ക് എത്തിയാൽ, അൽ ബഖറ അവർക്ക് എത്തിയാൽ, ഓതുന്ന സൂറത്തുകൾ അങ്ങോട്ട് എത്തിയാൽ എന്താണ് അതിൻ്റെ ഗുണം? കാനൂ ലഹു ശുഫആ, അവരിങ്ങോട്ട് ശുപാർശകരായിത്തീരും. എനിക്കെൻ്റെ ബാപ്പാൻ്റെ ശുപാർശ കൂടിയേ തീരൂ, എനിക്കെൻ്റെ ഉമ്മാൻ്റെ ശുപാർശ കൂടിയേ തീരൂ, എനിക്കെൻ്റെ ഉസ്താദിൻ്റെ ശുപാർശ കൂടിയേ തീരൂ. സുബ്ഹാനല്ലാഹ്, നല്ല നല്ല സാലിഹീങ്ങൾ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്താൽ ഞാൻ എത്ര മുകളിൽ പോകും, എൻ്റെ കാര്യങ്ങൾ എത്ര എളുപ്പമാകും. നമ്മൾ ഓതിയ ഫാത്തിഹ അവിടെ എത്തിയാൽ ഓതണം, ഓതിയിട്ട് ദുആ ചെയ്യണം. ഓതിയതും അല്ലാഹു കബൂലാക്കണം. ആ ഓതിയതിൻ്റെ ശേഷമുള്ള ദുആയും അല്ലാഹു കബൂലാക്കിയാൽ അവർക്കെല്ലാം അത് കിട്ടാനുള്ള ചാനലുണ്ട്. ബാക്കി അല്ലാഹുവിൻ്റെ തീരുമാനമാണ്. അല്ലാഹു എങ്ങനെ എത്തിച്ചു കൊടുക്കുന്നത് അവർക്ക് കിട്ടിയാൽ അവർ സന്തുഷ്ടരാണ്. അങ്ങനെ വരുമ്പോൾ അവർ നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, ശഫാഅത്ത് ചെയ്യുന്നു. മദദ്, ജാഹ്, പൊരുത്തം എന്നെല്ലാം പറയുന്നത് അതാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ നിന്നിങ്ങോട്ട് റിസൾട്ട് ഇങ്ങനെ വരും. കാനൂ ലഹു ശുഫആ,
ആ ഓതിയവർക്ക് ശഫാഅത്ത് ചെയ്യും മഹത്തുക്കളെന്ന്, പ്രിയപ്പെട്ടവരെന്ന്, ഉസ്താദുമാർ എന്ന് ബഹുമാനപ്പെട്ട നബിയുൽ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു ഇതിൻ്റെ എല്ലാം ഗുണം പ്രിയപ്പെട്ട മൊയ്തു ഉസ്താദ് ഉൾപ്പെടെ നമ്മൾ ഇങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങാൻ അങ്ങേ അറ്റത്ത് ബദരീങ്ങൾ എല്ലാവരുടെയും ഹദറത്തിൽ അന്ന് എത്തിച്ചു കൊടുക്കട്ടെ. എന്നിട്ട് അവരുടെ എല്ലാം മദദ്, പൊരുത്തം, ഇഷ്ടം, ശഫാഅത്ത്, ദുആ നമുക്കെല്ലാം അല്ലാഹു നൽകുമാറാകട്ടെ. തവസ്സുല് എന്ന് പറഞ്ഞ പരിപാടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരാളെ ചോദ്യം. വേറൊരാൾ മറുപടിയും പറഞ്ഞു, നബി തങ്ങൾ അത് ചെയ്തിട്ടുണ്ടാകൂല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും മുന്തിയ ആളല്ലേ, അവിടുത്തേക്കാൾ മുന്തിയ ആള് വേറെ ഇല്ലല്ലോ. അപ്പൊ പിന്നെ നബി തങ്ങൾ അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ. ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ശരിയല്ല. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്തു ചെയ്തുവെന്ന് ഉമ്മമാരെ നമ്മൾ അറിയണം, മുഅ്മിനീങ്ങളെ നമ്മൾ കേൾക്കണം. ഇമാം ബുഖാരിയുടെ ഉസ്താദായ ഇബ്നു അബീ ശൈബ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഉദ്ധരിക്കുന്നു, ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി അവിടുത്തെ 6 വയസ്സാകുമ്പോൾ ഉമ്മ മരിച്ചു പോയിട്ടുണ്ടല്ലോ. ആ ഉമ്മയെ എത്രയാണ് ഈ മകന് അടുത്തു കിട്ടിയത്. കുഞ്ഞിക്കാലത്ത് ഹലീമ ബീവിയുടെ വീട്ടിലാണ് പാല് കുടിച്ചു കഴിഞ്ഞുകൂടിയത്. അക്കാലത്ത് പെറ്റുമ്മ കൂടെയില്ല. പിന്നെ പെറ്റുമ്മയോടൊപ്പം കിട്ടിയ സമയം വളരെ കുറവാണ്. ആ പെറ്റുമ്മയും മരിച്ചുപോയപ്പോൾ മുഹമ്മദ് മുസ്തഫ ആകാശത്തിനു ചുവട്ടിൽ തീർത്തും അനാഥനാണ്. ഉമ്മയുടെ ഖബറിന്റെ പരിസരത്ത് അന്ന് ആ ചെറിയ 6 വയസ്സുകാരൻ കുത്തിയിരിക്കുന്നത് കാണുന്നുണ്ടോ നമ്മൾ? ആ കുഞ്ഞിനെ കോരിയെടുത്ത് പിന്നെ പോറ്റിയതാരാണ്? അത് അലി റളിയല്ലാഹു അൻഹുവിന്റെ പെറ്റുമ്മ ഫാത്തിമത്തു ബിന്തു അസദ് റളിയല്ലാഹു അൻഹയാണ്. ആ മഹദി ഒരു വകയിൽ മൂത്തമ്മയാണ്, മറ്റൊരു വകയിൽ ഇളയുമ്മയാണ്. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു ബിന്തു അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആരക്കാണ്, പടച്ചോനെ അല്ലാഹുമ്മ ഇന്നഹാ ഉമ്മീ ബഅദ ഉമ്മീ, അവർ എൻ്റെ പെറ്റുമ്മക്കു ശേഷമുള്ള പോറ്റുമ്മയാണ്. അതുകൊണ്ട് അവർക്ക് നീ പുറത്തു കൊടുക്കണം, ഖബർ വെളിച്ചമാക്കണം, അവരെ നീ അനുഗ്രഹിക്കണം എന്നെല്ലാം ദുആ ചെയ്യുന്ന മുഹമ്മദ് മുസ്തഫ ദുആയിൽ ചേർത്ത വാക്കുകൾ കേട്ടോളൂ. അല്ലാഹുമ്മ ബിഹഖി വബിഹഖിൽ അംബിയാഇ മിൻ ഖബ്ലി, ഞാനാകുന്ന അന്ത്യപ്രവാചകന്റെ ഹക്ക് കൊണ്ട് എൻ്റെ മുമ്പേ കഴിഞ്ഞുപോയ 1,24,000 അതിലപ്പുറമോ അമ്പിയാക്കളെ ഹക്ക് കൊണ്ട്. റസൂലുള്ള ഒറ്റക്കല്ല. അപ്പൊ റസൂലുള്ളയേക്കാൾ കൂടുതൽ 1,24,000 അമ്പിയാക്കൾ എല്ലാവരെയും കൂട്ടുമ്പോൾ സുബ്ഹാനല്ലാഹ്, അവിടുന്നും അവരും ഒപ്പമാകുമ്പോൾ അവരൊക്കെ തന്നെ വലുപ്പം. സുബ്ഹാനല്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ശരിയായ തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യുന്നു മരണപ്പെട്ടവർക്കു വേണ്ടി. ബഹുമാനപ്പെട്ട ഫാത്തിമത്തു ബിന്തു അസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ശരീരത്തോട് ചേർന്നു നിൽക്കുന്നൊരു വസ്ത്രം അഴിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇതുകൊണ്ട് അവരെ പുതപ്പിക്കണം. അവരെ ഖബർ എവിടെയാണ് എന്ന് നബി തങ്ങൾ കണ്ടുപിടിച്ചു. ആ ഖബറിന്റെ പണി പൂർത്തിയായപ്പോൾ അതിനുള്ളിൽ ഇറങ്ങിക്കിടന്നു നബിയുനാ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് തവസ്സുലാക്കി ദുആ ചെയ്യുമ്പോൾ സങ്കടം പറഞ്ഞു, കീറ വസ്ത്രങ്ങൾ ധരിച്ചിട്ട് നല്ല വസ്ത്രങ്ങൾ എനിക്കുടുപ്പിച്ച ഉമ്മയാണ് അല്ലാഹ്.
പഴയ ഭക്ഷണം കൊണ്ട് തൃപ്തിപ്പെട്ട് നല്ല ഭക്ഷണങ്ങൾ എനിക്ക് ആഹരിപ്പിച്ച ഉമ്മയാണ് അല്ലാഹ്. പ്രിയപ്പെട്ട ഉമ്മയ്ക്ക് വേണ്ടി ഖബറിന് മുകളിൽ നിന്ന് തവസ്സുലാക്കി ദുആ ചെയ്യുന്ന സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ബദരീങ്ങളെ കൊണ്ടൊക്കെ തവസ്സുലാക്കി നമ്മൾ ദുആ ചെയ്യണം. ഈ മഹത്തായ മജ്ലിസ് അങ്ങനെ ഒരു മജ്ലിസാണ്. അല്ലാഹു നമ്മിൽ നിന്ന് ഖബൂലാക്കട്ടെ. ബഹുമാനപ്പെട്ട ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഒരു ദിവസം വീട്ടിൽ വാതിൽക്കൽ എന്തോ ഒരാളിങ്ങനെ പാളി ഒളിഞ്ഞു നോക്കി മാറിയതുപോലെ തോന്നി. ഇത് പലതവണ ആവർത്തിക്കപ്പെട്ടു. ആരാണ്? പിന്നൊന്നും കാണൂല്ല. വിധവയാണ്, ചെറുപ്പക്കാരിയാണ്. ഉമ്മുൽ മുഅ്മിനീൻ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പത്നിയാണ്. സകല മുഅ്മിനീങ്ങൾക്കും ഉമ്മയാണ്. ഒരു ബഹുമാനവുമില്ലാതെ, ഒരു പരിഗണനയുമില്ലാതെ ജനലിന്റെ പരിസരത്ത് ഒരാളിങ്ങനെ പാളി നോക്കിയാൽ അത് ശരിയല്ല. അതുകൊണ്ട് ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നല്ല ദേഷ്യം പിടിച്ചു, ശുണ്ഠിയെടുത്തു, കൈ കിട്ടിയ ഒരു സാധനം കൊണ്ട് ആ ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ കൈ കിട്ടിയ സാധനം ഇപ്പതാ, ഇതുപോലൊരു സാധനം എടുത്ത് അങ്ങ് വലിച്ചെറിഞ്ഞാൽ അപ്പുറത്ത് എന്തോ നിലവിളി കേട്ടു. എറിഞ്ഞ സാധനം പൊട്ടിത്തമരുന്നത് കണ്ടു. കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് പോയി നോക്കിയില്ല. ആയിഷ റളിയല്ലാഹു അൻഹാ കുറെ നേരം കഴിഞ്ഞ് പോയി നോക്കിയപ്പോൾ എറിഞ്ഞ സാധനം പൊട്ടിത്തകർന്ന് കിടക്കുന്നുണ്ട്, വേറൊന്നുമില്ല. അതൊരു വല്ലാത്ത വേദനിപ്പിക്കുന്ന പകലായിരുന്നു. രോഷം കൊണ്ട് പല്ലിറുമ്മി മനസ്സ് വെറുത്ത് സങ്കടപ്പെട്ട് കഴിഞ്ഞുകൂടിയ പകല്. രാത്രി ഉറങ്ങുമ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹാ ഉറക്കത്തിൽ ഇങ്ങനെ ഒരാള് നീട്ടി വിളിക്കുന്നുണ്ട്, ഉമ്മ. ആ വിളി ആയിഷ റളിയല്ലാഹു അൻഹാക്ക് മനസ്സിൽ കൊള്ളുന്ന വിളിയാണ്. കാരണം അവര് പെറ്റിട്ടില്ലല്ലോ, അവർക്ക് മക്കളില്ലല്ലോ. മുത്തുനബിയിൽ നിന്നൊരു മകനെ കിട്ടാൻ ഏറ്റവും കൊതിച്ച ഭാര്യയാണല്ലോ. അതേറ്റവും വലിയൊരു മഹത്വം, സമ്മാനമല്ലേ. അത് കിട്ടിയില്ലല്ലോ. ആയിഷ ബീവിക്ക് ഉമ്മ എന്ന് വിളി കേൾക്കാൻ പൂതിയാണ്, പ്രസവിക്കുവാൻ ഇഷ്ടമാണ്. എന്നിട്ട് അല്ലാഹു അത് സാധിച്ചു കൊടുത്തിട്ടില്ല. ഉമ്മമാരെ, എല്ലാ സംഗതിയും നടന്നോളണമെന്നില്ല. ചിലത് ചിലപ്പോൾ ചിലർക്കങ്ങ് മുടങ്ങിപ്പോകും. അതിന് പരലോകത്ത് പടച്ചവൻ വലിയ പ്രതിഫലം തരും എന്ന് നമ്മൾ സമാധാനിക്കണം. ആയിഷ റളിയല്ലാഹു അൻഹാ സമാധാനിക്കണത് അങ്ങനെയാണ്. ആ മഹദിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നിലനിർത്തി തരട്ടെ. വല്ലയിടത്തും വല്ല പോരായ്മയും വരുമ്പോൾ അതൊക്കെ മറികടക്കാനുള്ള ഈമാനിക ഖുവ്വത്ത് നമുക്കല്ലാഹു നൽകുമാറാകട്ടെ. നമ്മൾ എത്ര പ്രസവിച്ചതാണ്, എത്ര കുഞ്ഞുങ്ങളെ മുലയൂട്ടിയതാണ്. നമ്മളെ കുടുംബജീവിതം എത്ര 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 സന്തോഷകരമാണ്. ബഹുമാനപ്പെട്ട ആയിഷ ബീവി ഉമ്മ എന്നൊരാൾ നീട്ടി വിളിച്ചപ്പോൾ ആർദ്രമായ മനസ്സോടെ ആ വിളിച്ച ആളെങ്ങനെ നോക്കിയപ്പോൾ അയാൾ അടുത്തേക്ക് വരുന്നുണ്ട്. ഉമ്മാന്ന് പിന്നെയും വിളിക്കുന്നുണ്ട്. വന്നിട്ട് ഒറ്റ കരച്ചിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, എന്തിനാ കരയണത്? നിങ്ങൾ ആരാണ്? ആ വ്യക്തി പറഞ്ഞു, ഞാൻ കരയണത് എന്തിനാണ്? വെറുതെയല്ല. ഖതൽതി നീ, എന്നെ നിങ്ങൾ കൊന്നില്ലേ, അതുകൊണ്ട് ഞാൻ കരയാണ്. ആയിഷ റളിയല്ലാഹു അൻഹാ ഞെട്ടി. ഞാനോ? ഞാൻ ആരെ കൊന്നു എന്നാ പറയുന്നത്? എന്താണീ പറയുന്നത്? ബഹുമാനപ്പെട്ടവരോട് ആ വന്നയാൾ പറഞ്ഞു,
ആ വലിയ മുട്ടിക്കണ്ടം എടുത്തിട്ട് എന്നെയല്ലേ നിങ്ങൾ എറിഞ്ഞത്? അപ്പോഴല്ലേ ഞാൻ മരിച്ചു വീണത്. ആഹാ, അത് നീയാണല്ലേ വാതിൽക്കൽ പാളി നോക്കുന്ന ഒരുത്തൻ, ഇടക്കിടക്ക് ശല്യപ്പെടുത്തുന്ന ഒരുത്തൻ. റസൂലുള്ളാഹിന്റെ വീടല്ലേ, ഞാനൊരു വിധവയല്ലേ, ഞാനൊരു ചെറുപ്പക്കാരി പെണ്ണല്ലേ, നീ അങ്ങനെ പാളി നോക്കുന്നത് വലിയ കുറ്റമല്ലേ? ഒരിക്കലല്ലല്ലോ, പലതവണ സംഭവിച്ചതല്ലേ. അപ്പൊ പിന്നെ എന്ന് പറഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹാ ന്യായം പറയുമ്പോൾ ഏങ്ങലടിച്ച് കരയുന്ന ആ ആള് പറഞ്ഞു, ഉമ്മ എന്നെ വെറുക്കല്ലേ, ഞാനൊരു ആഭാസനല്ല, ഞാനൊരു കോമാളിയല്ല, ഞാനൊരു സാമൂഹ്യ വിരുദ്ധനല്ല, ഞാന് ഒരു മനുഷ്യൻ തന്നെയല്ല, ഞാനൊരു ജിന്നുവർഗത്തിൽപ്പെട്ടയാളാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുള്ളപ്പോൾ ആ വീട്ടിൽ വരുന്ന ആ ഒരു ഓർമ്മയിൽ ഇടക്കിങ്ങനെ അവിടേക്ക് എത്തിപ്പോകും. അപ്പോൾ ആ മുറിയിലേക്കൊന്ന് നോക്കിപ്പോകും. അതിന് വേറൊരു ദുഷ്ടലക്ഷ്യമില്ല. ഞാനൊരു കോമാളിയല്ല, ഞാനൊരു വൃത്തികെട്ട ആഭാസനല്ല എന്നെല്ലാം പറഞ്ഞപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ തണുക്കുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ തൻ്റെ ന്യായീകരണം നിർത്തുന്നില്ല. ഒറ്റക്കൊരു പെണ്ണ് ചെറുപ്പക്കാരി, അതും ഒരു വിധവ, അതും റസൂലുള്ളാഹിന്റെ പത്നി, ആ വീട്ടിൽ വന്ന് അലോസരമുണ്ടാക്കുന്നത് തെറ്റല്ലേ, കുറ്റമല്ലേ, അത് മാപ്പർഹിക്കാത്ത ദുരന്തമല്ലേ, ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഉമ്മ എന്നെ വെറുക്കല്ലേ, എന്നെ ചീത്ത പറയല്ലേ, എന്നെ ഇനിയും കുറ്റപ്പെടുത്തല്ലേ, നിങ്ങളൊന്ന് കേൾക്കി, ഞാന് ബദറിലും പങ്കെടുത്തയാളാണ്, ഞാനൊരു ജിന്നിയാണെങ്കിലും ഞാനൊരു ബദരിയായ ജിന്നാണ്. അതുകൊണ്ട് ഉമ്മ എന്നെ നിങ്ങൾ ചീത്ത പറയല്ല. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീബി ആയിഷ ഇതുവരെ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നെങ്കിൽ ഞെട്ടിപ്പോയി, പെട്ടെന്ന് എണീറ്റുപോയി, ഉറക്കം ഞെട്ടിപ്പോയി. ഇനി ഇന്നും ഉറങ്ങാൻ പറ്റൂല. രാവിലെ തന്നെ ഉപ്പാന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായി, മനഃപൂർവമല്ലാത്ത, ഞാനങ്ങ് ദേഷ്യം പിടിച്ചതല്ലേ. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അതൊരു ജിന്നിയല്ലേ എന്ന് പറഞ്ഞു വിഷയം ലഘൂകരിച്ചില്ല. അതൊരു സ്വപ്നമല്ലേ എന്നും പറഞ്ഞ് സംഗതി തള്ളിക്കളഞ്ഞില്ല. ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഇനി ഒരിക്കലും അങ്ങനെ ഒരു പേടി സ്വപ്നം ഉണ്ടാവരുത്, അങ്ങനെ ഒരു കുറ്റബോധം എൻ്റെ മോളെ മനസ്സിൽ ഇനി വന്നിട്ട് രാത്രിയിൽ ഉറക്കം ഞെട്ടരുത്, ജീവിതത്തിൽ അലട്ടലും അലസലും ഒന്നും ഉണ്ടാവരുത്, അലോസരം ഉണ്ടാവരുത്. അതിനെന്താണ് ഇപ്പൊ പണി? ഞാൻ ആലോചിക്കുകയായിരുന്നു. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അഖറജ 12,000 ദിർഹം മകളുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, തസദ്ദഖീ, ആ ബദരീന് വേണ്ടി ഇതങ്ങനെ അങ്ങ് സ്വതക്ക ചെയ്തേക്ക്. ഇനി അങ്ങനെ ഒരു സ്വപ്നം, ഒരു ഞെട്ടല്, ഒരു കരച്ചില്, ഉറക്കത്തിലൊരു വിളി, ഇതൊന്നും വേണ്ട. ഇനി ആരും പാളി നോക്കാൻ അങ്ങനെയൊന്നും വീട്ടിലേക്ക് വരാതിരിക്കാൻ. 12,000 ദിർഹം, ഇത് ബാപ്പാന്റെ സ്വന്തം പൈസ, ബാപ്പ മോൾക്ക് തരികയാണ്, അതുകൊണ്ട് സ്വതക്ക ചെയ്തോളൂ എന്നു പറഞ്ഞ് മകളുടെ കൈകളിൽ അത്രയും വലിയ തുക കൊടുത്തേൽപ്പിച്ച സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് അന്ന് അസുർ നിസ്കാരം കഴിഞ്ഞ് ഏതാണ്ട് ഒരു അസ്തമയത്തിന്റെ സമയത്തോട് കുറച്ച് അടുത്തു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് കൂട്ടിരിക്കുന്ന
പകല് വീട്ടിൽ വന്നു പോകുന്ന വേലക്കാരി പെണ്ണ് ചോദിച്ചു, ഇറച്ചി വാങ്ങണ്ടേ? ഇന്ന് നോമ്പല്ലേ, വാങ്ങാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എടുക്കി പൈസ എന്ന് പറഞ്ഞ് ആ പെണ്ണ് കൈ നീട്ടിയപ്പോൾ ആ വീട്ടിൽ സ്വന്തം പൈസ കൊടുക്കാനില്ല, ബാപ്പ തന്ന പൈസയും കൊടുക്കാനില്ല. ഒരു 3 ദാനിഖ്, ഒരു ദിർഹമിന്റെ 20-1 ദാനിഖ്, അത് മാറ്റിവെച്ചൊരു 3 എണ്ണം ഉണ്ടെങ്കിൽ ഇറച്ചി വാങ്ങാമായിരുന്നു. അത് ആ വീട്ടിലില്ലാഞ്ഞിട്ട് ആയിഷ ബീവി ചോദിച്ചു, കുറച്ചുകൂടി മുമ്പ് നീ ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ തരുമായിരുന്നല്ലോ പെണ്ണേ, അന്നേരം ഓർമ്മ വന്നില്ലല്ലോ, സകലതും കൊടുത്തു തീർന്നു പോയല്ലോ. ഒറ്റ ദിവസം കൊണ്ട് അത്രയും വലിയ തുക മുഴുവനും സദഖ ചെയ്തു തീർത്തു. ബദർ ശുഹദാക്കളെ വിധവകൾക്ക് കുറച്ചധികം കൊടുത്തല്ലോ, ബദർ ശുഹദാക്കളെ അനാഥകൾക്ക് കുറച്ചധികം കൊടുത്തല്ലോ. ബഹുമാനപ്പെട്ട സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി കർരിഹിൽ മുർസല, വീശുന്ന കൊടുങ്കാറ്റ് പോലെയാണ് ദാനധർമ്മത്തിലെ സ്വഭാവമെങ്കിൽ ബീബി ആയിഷ റളിയല്ലാഹു അൻഹായും ആ ചൂടും ചൂരും ജീവിതത്തിൽ ഒപ്പിയെടുത്ത മഹദിയല്ലേ. അവരെ സ്വഭാവവും അങ്ങനെ തന്നെ. അവർ വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പോലെ പൈസയങ്ങ് ചെലവാക്കി, ദാനം മുഴുവനും കൊടുത്തു തീർത്തു. ബദരീങ്ങളുടെ ബന്ധുക്കൾക്ക് കുറച്ചധികം കൊടുത്തല്ലോ. സുബ്ഹാനല്ലാഹ്. ബദരീങ്ങളുടെ പേരിൽ സദഖ ചെയ്താൽ കുടുംബത്തിൽ വെളിച്ചമുണ്ടാകും, കലഹങ്ങൾ ഒഴിവാകും, ശത്രുദോഷം മാറിക്കിട്ടും, പരിഹാരങ്ങൾ വന്നു ചേരും. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാക്ക് ഈ വഴി പറഞ്ഞു കൊടുത്തത് സയ്യിദുനാ അബൂബക്രിനി സിദ്ദീഖ്. മഹാന്മാരായ ബദരീങ്ങളെ പറ്റി ഇനി എത്ര പറയാനുണ്ട്. അല്ലാഹു ആ മഹത്തുക്കളൊക്കെ സിയാറത്ത് ചെയ്യാനുള്ള തൗഫീഖും കൂടി നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. മഹാന്മാരെ സിയാറത്ത് ചെയ്യുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഹബീബുന സയ്യിദുന റസൂലുള്ളാഹി അവിടുന്ന് പഠിപ്പിച്ചു, അന്നബിയ്യു ഫിൽ ജന്നഹ്, നബിമാരെല്ലാം സ്വർഗത്തിലാണ്. അൽഹംദു, സർവസ്തുതിയും എന്നർത്ഥം പറയും പോലെ അർത്ഥം പറഞ്ഞാൽ മതി. അന്നബിയ്യു, സർവ നബിമാരും ഫിൽ ജന്നഹ്, സ്വർഗത്തിലാണ്. നബിയുന മുഹമ്മദ് മുസ്തഫ. വസ്സിദ്ദീഖു, സകല സിദ്ദീഖുമാരും സ്വർഗാവകാശികളാണ്. വല്ലദീ യസൂറു അഖൻ ലഹു ഫില്ലാഹ്, അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച ഒരാളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി നിങ്ങൾ മമ്പുറത്ത് പോയാൽ, മടവൂരിൽ പോയാൽ, അജ്മീറിൽ പോയാൽ, ബഗ്ദാദിൽ പോയാൽ, മദീനത്ത് പോയാൽ, വല്ലദീ യസൂറു അഖൻ ലഹു ഫില്ലാഹ് ഫഹുവ ഫിൽ ജന്നഹ്, ആ യാത്ര സ്വർഗീയ യാത്രയാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ നല്ല നിയ്യത്തോടെ സജ്ജനങ്ങളെ മുന്നിൽ പോയി നിന്നിട്ട് അവർക്ക് വേണ്ടി ഹദിയകൾ സമർപ്പിച്ച് അല്ലാഹുവോട് ഇങ്ങനെ ദുആരക്കുക. വലിയ പ്രതിഫലമുള്ള സൽക്കർമ്മങ്ങൾ. ഹറാമുകളൊക്കെ ഒഴിവാക്കണം. നിസ്കാരം നഷ്ടപ്പെടുകയോ വേണ്ടാത്ത എന്തെങ്കിലും പണികൾ, ടൂർ, ആസ്വാദനത്തിന്റെ വഴിയിൽ അബദ്ധങ്ങൾ ചെയ്തു വെക്കുകയോ ചെയ്യാത്ത പക്ഷം സിയാറത്തുകളൊക്കെ വല്ലാതെ ഫലപ്പെടുന്ന അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാന്മാരെ പൊരുത്തം, സജ്ജനങ്ങളെ പൊരുത്തം നമുക്കൊക്കെ നൽകുമാറാകട്ടെ. വൈദു മുസ്ലിയാർ ഒരു ഗുരുവായിരുന്നു. വൈദു എന്ന പേര് മലയാളത്തിലുള്ള പേരാണ്. മുഹീദ്ദീൻ എന്നല്ലേ ആ പേരിന്റെ അടിസ്ഥാനം. അതൊരു നല്ല ഗുരുവായി നമുക്കിടയിൽ ജീവിച്ചു നടന്നുപോയ ഒരു പാവം, ശാന്തം, സാധു ജീവിതം. ആ ചുണ്ടുകളിൽ ഖുർആനാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗശാന്തി നമുക്ക് നൽകി. മൂപ്പര് കൈവച്ചാൽ, മൂപ്പര് ദുആ ചെയ്താൽ വിശ്വാസമാണ് എല്ലാവർക്കും. അതാരുടെ മഹത്വമാണ്? അദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങളും പടച്ചവൻ സ്വാലിഹീങ്ങൾക്ക്, സജ്ജനങ്ങൾക്ക് കൊടുക്കണ പൊരുത്തവും. അത് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതാണ്. വനുനസ്സിലു മിനൽ ഖുർആനി
പരിശുദ്ധ ഖുർആനിലൂടെ നമ്മൾ അവതരിപ്പിക്കും. മാ ചിലതെല്ലാം, ഫീഹി അതിലുണ്ട്, ശിഫാഉൻ രോഗശാന്തി, വറഹ്മത്തുൻ കാരുണ്യം, ലിൽ മുഅ്മിനീൻ ഈമാനുള്ളവർക്ക്. അല്ലാഹു പറയുന്നു വനുനസ്സിലു മിനൽ ഖുർആനി ശിഫാഅൻ വറഹ്മത്തൻ എന്നല്ല അല്ലാഹു പറഞ്ഞത്. വനുനസ്സിലു മിനൽ ഖുർആനി, ഖുർആനിലൂടെ നമ്മൾ അവതരിപ്പിക്കണം. മാ ചിലതെല്ലാം, ഹുവ അതെങ്ങനെയെന്ന് പറഞ്ഞാൽ ഹൗ കാൻ ഐ എക്സ്പ്ലെയിൻ ദാറ്റ്, അത് ഞാൻ എങ്ങനെ നിങ്ങളോട് പറയേണ്ടത്, ആ ശൈലിയാണത്. മാ ചിലതെല്ലാം, ഹുവ അതെന്തെന്ന് ചോദിച്ചാൽ ശിഫാഉൻ രോഗശാന്തിയാണ്, വറഹ്മത്തുൻ അള്ളാന്റെ മറ്റു പല കാരുണ്യങ്ങളുമാണ്, പിന്നെ ഡോട്ട്സ് കുറെ പുള്ളിക്കുത്ത് എക്സെട്രാ, ഇതുപോലെ വേറെ പലതും. ഇതെല്ലാം പ്രതിഫലിപ്പിക്കുന്ന ശൈലിയാണ് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ. ഇതെല്ലാം പടച്ച തമ്പുരാൻ വെച്ചതാണ് അവന്റെ പരിശുദ്ധ വേദം. ആ വേദം ഓതാൻ അല്ലാഹ് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിനാണ് പരിശുദ്ധ റമളാൻ. അല്ലാഹ് നമുക്ക് ഖബൂലാക്കട്ടെ. അത് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു ശീലമാക്കി തരട്ടെ. എന്നിട്ട് നമ്മളങ്ങ് ജയിച്ചു പോണം. അതിന് അല്ലാഹു നമുക്ക് പരിശുദ്ധ റമളാനിൽ വലിയ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇക്കൊല്ലം തുടക്കത്തിൽ ഏതാ മുഹറം 1, നിങ്ങൾ കേട്ടോ, അന്നൊരു വലിയ സയ്യിദ് മരിച്ചുപോയി. കൂറത്തു തങ്ങളാണ്, ഉളാളത്തെ തങ്ങളുടെ മകൻ. മുഹറം 1 മരണപ്പെട്ടുപോയ തങ്ങള് വീട്ടിലെ മയ്യിത്ത് നിസ്കാരം സംബന്ധിച്ചു ആയിരങ്ങൾ. ബാപ്പാന്റെ ഹദറത്തിലേക്ക് മഖാമിലേക്ക് മയ്യിത്തെത്തിയപ്പോൾ രണ്ടാമത്തെ നിസ്കാരം ആയിരങ്ങൾ. തങ്ങൾ സഅദിയ്യയുടെ ജനറൽ സെക്രട്ടറിയാണ്. കണ്ണൂരിൽ നിന്ന് കാസർകോട്ട് എത്തിയപ്പോൾ സഅദിയ്യയുടെ ക്യാമ്പസിൽ അനേകായിരങ്ങൾ. ഉള്ളാളത്ത് വിനീതനായ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. കണ്ടതു പറയട്ടെ, 300 പോലീസുകാർ. അവര് ബാരിക്കേഡൊക്കെ കെട്ടി ജനങ്ങളെ പിടിച്ചു വെച്ചങ്ങനെ കാത്തിരിക്കുകയാണ്. രാത്രി 9 മണിയും കഴിഞ്ഞ് അവിടെ എത്തുമ്പോൾ അനേകായിരങ്ങൾ കാത്തു നിൽക്കുന്നു. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവർകളുണ്ട്, കർണാടക അസംബ്ലി സ്പീക്കർ UT ഖാദറുണ്ട്. ഉസ്താദ് പറഞ്ഞു, ആരും കാണാൻ വരണ്ട, ഞാനും ഖാദറും ഒന്നും ഇപ്പൊ മയ്യത്ത് കാണാൻ നിൽക്കുകയല്ല, ഒറ്റ ജമാഅത്ത് ഒന്നിച്ച് നമുക്ക് നിസ്കരിക്കണം, എന്നിട്ടെല്ലാരും പിരിഞ്ഞു പോയി കൊള്ളണം. നമ്മൾ ഇന്ന് കാണാൻ നിന്നാൽ നാളെയും മറ്റന്നാളും ഇത് കൂറത്ത് എത്തുകയില്ല. ഉസ്താദവർകൾ അങ്ങനെ പറഞ്ഞു. ഇവിടെ മയ്യിത്ത് നിസ്കാരം നടന്നു. 10,000 സംബന്ധിക്കുകയാണ്. രാത്രി ഈ നേരവും കഴിഞ്ഞ് കൂറത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയപ്പോൾ സുബ്ഹാനല്ലാഹ്, ആലം, ഒരു ലോകം എന്ന് പറയുന്ന അത്രയും വലിയ പുരുഷാരം. ആ പുരുഷാരത്തെ കണ്ടിട്ട് മുഖ്യമന്ത്രി നിയമസഭയിൽ സിദ്ധരാമയ്യ അത് ചൊല്ലി പ്രസ്താവന ഇറക്കി. പ്രതിപക്ഷ നേതാവും സ്പീക്കറും ഗവർണറും സയ്യിദ് ഫസൽ കോയമ്മത്തങ്ങൾ ബുഖാരി ആ വലിയ മഹാസയ്യിദിനോട് അനുശോചനം രേഖപ്പെടുത്തി. ഇതാ മുഹറം 1 നടന്ന സംഭവമാണെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, അവിടെ നിന്ന് ഇങ്ങോട്ട് 5-8 മാസം പിന്നെയും കഴിഞ്ഞു പോയല്ലോ. അവിടെ എപ്പോഴും യാസീൻ നിലച്ചിട്ടില്ല, ഫാത്തിഹ അവസാനിച്ചിട്ടില്ല. രാവും പകലും ആളുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരത്ഭുതമാണ്, ഇതെന്തൊരു മഹത്വമാണ്. എന്താണ് ആ തങ്ങൾക്കുള്ള മഹത്വം എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നല്ലൊരുപ്പാന്റെ മോനാണ്, ആ വാപ്പാന്റെ പൊരുത്തമാണ്. നല്ലൊരുമ്മ സയ്യിദത്താണ്, ആ സയ്യിദത്തിന്റെ പൊരുത്തമാണ്. അപ്പാന്റെയും ഉമ്മയുടെയും പൊരുത്തത്തോടൊപ്പം
ഖുർആൻ ഇങ്ങനെ ഓതും. ഒരു മാസത്തിൽ 20 ഖത്തുമാണ്, 22 ഖത്തുമാണ്, 25 ഖത്തുമൊക്കെ ഇങ്ങനെ ഓതി തീർക്കുന്ന ഒരു സയ്യിദ്. ഇക്കാലഘട്ടത്തിലും ഇതൊക്കെ നടക്കും എന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ഫലവും റിസൾട്ടും കിട്ടുമെന്ന് മനസ്സിലായല്ലോ. ബഹുമാനപ്പെട്ട തങ്ങളവർകളെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. ഞാനും നിങ്ങളുമൊക്കെ അങ്ങനെ പോയി കിടക്കും. എവിടെയാണ്? പരിസരത്തേതെങ്കിലും ഒരു പള്ളി മൈതാനിയിൽ 1-2 ദിവസം ആ പച്ചമണ്ണിന്റെ നനവ് മാറുന്നവരെ ആരെങ്കിലുമൊക്കെ കാലനക്കങ്ങൾ അവിടെ ഇങ്ങനെ കേൾക്കാം. പിന്നെ ആരാണ് സഹോദര ആ വഴിക്ക് ഉള്ളത്? ആരെയും കാണുന്നില്ല. ഒരീച്ച ആ വഴിക്ക് വരുമോ? ഒരു പൂച്ച ആ വഴിക്കൊന്നു വന്നു നോക്കുമോ? ഇല്ല എന്നാണ് നമ്മുടെ ഒക്കെ തന്നെ അനുഭവം. ഏറെക്കുറെ നമ്മൾ കണക്ക് കൂട്ടുന്നതെങ്കിൽ അന്ന് വന്ന അനേക ലക്ഷങ്ങൾക്കപ്പുറം അന്നു മുതൽ ഇന്നു വരെ വന്നുകൊണ്ടേയിരിക്കുന്ന മുഅ്മിനീങ്ങൾ യാസീന്, ഫാത്തിഹ, അദ്കാർ, സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ ഓതിക്കോ, അതിനെ മുറുകെ പിടിച്ചോ, അത് പഠിപ്പിച്ചോ, അതിനു വേണ്ടി ശ്രമിച്ചോ. അതിനുവേണ്ടി നമ്മളൊക്കെ ഒന്ന് സഹകരിച്ച് ഒപ്പം നിന്ന് ഇത്തരം നല്ല പ്രവർത്തനങ്ങളുമായൊക്കെ നമ്മളങ്ങ് ബന്ധപ്പെട്ട് ഖുർആൻ എന്ന് പറയുന്ന മഹത്തായ റബ്ബ് തന്ന ഏറ്റവും വലിയ സമ്മാനത്തെ ഹൃദയത്തിലങ്ങ് പ്രതിഷ്ഠിച്ചോളൂ. എങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ അനുഗ്രഹത്തിൻ്റെ പരമാതിരി രൂപങ്ങൾ നമ്മളെ തേടി വരുമല്ലോ. അല്ലാഹു നമ്മളൊക്കെ അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമുക്ക് ആ വലിയ ഭാഗ്യം നൽകുമാറാകട്ടെ. മഹാന്മാരായ സജ്ജനങ്ങൾക്ക് നമ്മൾ ഫാത്തിഹ ഓതിയാൽ, അവർക്ക് നമ്മൾ യാസീൻ ഓതിയാൽ, അവരെ നമ്മൾ സിയാറത്ത് ചെയ്താൽ, ആ മഹത്തുക്കൾക്ക് അതൊക്കെ കിട്ടിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പൊരുത്തവും സന്തോഷവും. ബഹുമാനപ്പെട്ട സി ഉസ്താദിന് ഓർമ്മ വരുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാന്റെ ഇന്നത്തെ ജില്ലാ പ്രസിഡന്റ് കോടമ്പുഴ ബാവ ഉസ്താദാണ്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. 100-ലേറെ കിതാബുകൾ എഴുതിയ ബാവ ഉസ്താദ് അതിൻ്റെ കോടിക്കണക്കിന് കോപ്പികൾ സൗജന്യമായി ആലിമീങ്ങളുടെ എല്ലാം കൈകളിൽ എത്തിച്ചു കഴിഞ്ഞ ബഹുമാനപ്പെട്ട ബാവ ഉസ്താദ് ഒരു നല്ല ജാമിഅ സ്വന്തമായി നടത്തുന്നു. കടം ബാക്കിയില്ല. അത്ഭുതങ്ങളാണ്. ബഹുമാനപ്പെട്ട കോടമ്പുഴ ബാവ ഉസ്താദ് ചെറിയ കുറിയ മനുഷ്യൻ വിദ്യാഭ്യാസ ബോർഡിന്റെ സകല പുസ്തകങ്ങളും എഴുതി തയ്യാറാക്കിയതിനു പുറമെ 100 ഗ്രന്ഥങ്ങൾ അത് എഴുതിപ്പിടിപ്പിച്ച് അതിന്റെ കോപ്പികൾ പലതവണ പല പതിപ്പുകൾ അച്ചടിച്ച് ആയിരക്കണക്കിന് ആളുകളുടെ കൈകളിൽ അത് എത്തിക്കഴിഞ്ഞു സൗജന്യമായിട്ട്. അതാണ് കോടമ്പുഴ ഉസ്താദ്. അള്ളാഹു ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹു വലിയ തൗഫീഖ് നൽകട്ടെ. അവിടുത്തെ മുമ്പ് സമസ്തയുടെ ജില്ലാ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങളാണ്. അതിന്റെ മുമ്പ് പ്രസിഡന്റായിരുന്ന മഹാനായ സി ഉസ്താദ് നെടിയനാട് 40 കൊല്ലം സമസ്തയുടെ ജില്ലാ പ്രസിഡന്റായിരുന്ന ആ മഹാൻ പറയാണ്, CM വലിയുള്ളാനെ കാണാൻ പോയി കോഴിക്കോട്ട്. അവിടെ ചെന്നപ്പോ മുന്നിൽ ഇങ്ങനെ വലിയ ക്യൂ ഉണ്ട്. സാധു മനുഷ്യന്മാരെ മെല്ലെ തള്ളി മാറ്റി. അല്ലോ അത് പാടില്ല, ചെയ്യാൻ പറ്റില്ല. മൻ തഖദ്ദമ ഖൗമൻ ഫഹും ലഹു കാരിഹൂൻ ഫഹറാമുൻ അലൈഹിൽ ജന്നഹ്. ജനങ്ങൾ വെറുക്കെ അവരെ തള്ളി മാറ്റി ഒരുത്തൻ മുന്നിൽ പോയി അങ്ങ് ചാടി കയറി നിന്നാൽ സ്വർഗം നിഷിദ്ധമായി പോകും. പിന്നെ ബർക്കത്ത് കിട്ടുമോ? കിട്ടിയിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? അള്ളാഹു നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ഈ ക്യൂവിലെ പാവങ്ങളെ ദ്രോഹിക്കാൻ പറ്റൂല. CM വലിയുള്ളാനെ കാണണമെങ്കിൽ 300 ആള് കഴിഞ്ഞിട്ട് നാളെ നേരം വെളുത്തു പോകൂലേ? എന്തു ചെയ്യും? നെടിയനാട് സി ഉസ്താദ് ബഹുമാനപ്പെട്ടവർ ഹയാത്തിലുള്ള CM വലിയുള്ളാനെ കാണാൻ വന്നപ്പോ ആ മുറ്റത്തിങ്ങനെ നിന്നിട്ട് ബഹുമാനപ്പെട്ട CM വലിയുള്ളാന്റെ ബാപ്പ കുഞ്ഞുമായും പോയ മുസ്ലിയാർക്ക്
അൽ ഫാത്തിഹ എന്നും പറഞ്ഞ് ഫാത്തിഹ ഓതി. ആ ഫാത്തിഹ തീർന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പം മുകളിൽ നിന്ന് അനൗൺസ്, നടിയനാട് സി ഉസ്താദ് അവിടെ ഉണ്ടല്ലോ, അങ്ങോട്ട് വരാൻ പറയൂ. അപ്പൊ അങ്ങനെ കോണി കയറി അങ്ങോട്ട് ചെന്ന ഉടനെ മഹാനായ സി എം വലിയുള്ളാന്റെ ചോദ്യം, നിങ്ങൾ നിന്റെ വാപ്പയും തമ്മിൽ എന്താ ബന്ധം? നിങ്ങൾ ഉപ്പാന്റെ അടുത്ത് ഓതിയിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും ബന്ധമുണ്ടോ? ശംസുൽ ഉലമ ഇ കെ ഉസ്താദിന്റെ ഉസ്താദാണ് നടിയന ബഹുമാനപ്പെട്ട സി എം വലിയുള്ളാന്റെ ഉപ്പ കുഞ്ഞുമാഹിങ്കോയ മുസ്ലിയാർ. അവേലത്ത് തങ്ങന്മാരുടെ ഉസ്താദാണ് കുഞ്ഞുമാഹിങ്കോയ മുസ്ലിയാർ. വലിയ ആലിമീങ്ങളുടെ പലരുടെയും ഉസ്താദായ കൂട്ടത്തില് ഈ വന്ന നടിയനാട് ഉസ്താദിന്റെ ഉസ്താദാണോ? നിങ്ങൾ ഉപ്പാന്റെ അടുത്ത് ഓതിയിട്ടുണ്ടോ എന്ന് സി എം വലിയുള്ള ചോദിക്കുമ്പോ, ഇല്ല, ഞാന് മൂപ്പരുമായിട്ട് കണ്ടിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, വലിയ മഹബത്തായിരുന്നു എന്നു പറഞ്ഞ് സി ഉസ്താദ് മറുപടി പറയാണ്, ആരാണെന്നുള്ള അന്വേഷണമല്ല വിഷയം, ഇപ്പൊ ഓതിയ ഫാത്തിഹ എത്തേണ്ടടുത്തെത്തിയെന്ന്, അതിന്റെ റിസൾട്ടും ഫലവും കണ്ടുവെന്ന് ആ സദസ്സിൽ നിന്ന് തന്നെ ബോധ്യപ്പെടുന്ന വർത്തമാനം. അതാണ് നൂറ്റാണ്ടിന്റെ മഹാത്ഭുതമായ സി എം വലിയുള്ളാന്റെ ഒക്കെ കണ്ണിൽ നിന്ന് വായിൽ നിന്ന് നമുക്ക് പലപ്പോഴും കിട്ടുന്ന റിസൾട്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നാട്ടിൽ സജ്ജനങ്ങളെ വളർത്തി തരട്ടെ. അവരുമായുള്ള അറ്റാച്ച്മെന്റ് നമ്മളെ ജീവിതത്തിലൊക്കെ ഉണ്ടാക്കി തരട്ടെ. പടച്ചവനെ, ഞങ്ങൾ അവരെയൊക്കെ കണ്ട ആളുകളാണ്, അവരെ സ്നേഹിച്ച ആളുകളാണ്. അവര് കൈ കാണിച്ചപ്പോൾ കയ്യിൽ നിറയെ ക്യാഷ് എടുത്ത് വെച്ചു കൊടുത്ത ആളുകളാണ്. അവര് കടന്നു പോകുമ്പോൾ ബഹുമാനത്തോടെ എണീറ്റ് നിന്ന ആളുകളാണ്. ഞങ്ങൾ അന്നേരം മുണ്ടൊക്കെ ഒന്ന് താഴ്ത്തിയിട്ട് ആ ഉസ്താദ് പറയുന്നതൊക്കെ അനുസരിച്ച് അങ്ങനെ ജീവിച്ചവരാണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ അതാണ് ദീന് എന്ന് പറഞ്ഞാൽ, അതാണ് അച്ചടക്കം എന്ന് പറഞ്ഞാൽ. പടച്ച തമ്പുരാൻ ആ വലിയ ഗുരുവിനും പിന്നാലെ പോകാനുള്ള നമുക്കുമൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ, വലിയ ഖൈറ് അള്ളാഹു നൽകുമാറാകട്ടെ. വില്ലാപ്പള്ളി ഉസ്താദ് VPM ഫൈലിയെ മർക്കസിൽ കാണാൻ വേണ്ടി ഇങ്ങനെ വൈദ്യമൂല്യർ വരുമ്പോൾ ഞങ്ങൾ പലരും ഇങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. അവര് തമ്മിൽ വർത്താനം കേട്ടാൽ പടച്ചവനെ നമ്മക്കൊന്നും തിരിയില്ല, എന്നാലും അത് കേട്ടു നിൽക്കാൻ ഒരു കൗതുകമാണ്. കുട്ടികൾ പേരിടുകയും ചെയ്തു, വലിയ വില്ലാപ്പള്ളി ഉസ്താദ്. കണ്ടാൽ രണ്ടുപേരും ഏകദേശം ഷെയ്പ്പ് ഒരുപോലൊക്കെയാണ്, കുറച്ച് തടിയും വണ്ണം കൂടി. MP മൊയ്തു മുസ്ലിയാർക്ക് അധികമുണ്ട് എന്നതാണ് ശരി. വില്യാപ്പള്ളി ഉസ്താദ് ചെറിയ ഒരു ശരീരപ്രകൃതം, ഇതൊരു ചെറിയ മൊയ്തു മൊയ്ലിയാര്, മറ്റേതൊരു വലിയ മൊയ്തു മൊയ്ലിയാര്, രണ്ടാളും വില്യാപ്പള്ളിക്കാര്. അപ്പൊ അത് വലിയ വില്യാപ്പള്ളി ഉസ്താദ് ആ ആകാരത്തിലെ സാമ്യതയും ആ സ്വഭാവത്തിലെയും സൗഹൃദത്തിലെയും ആ കൂടിയിരിപ്പും അതൊക്കെ ഇങ്ങനെ നോക്കിക്കണ്ട് കുട്ടിക്കാലത്തൊക്കെയും അദ്ദേഹത്തെ കൗതുകത്തോടെ നോക്കിയത് ഈ സമയത്ത് ഓർത്തു പോവുകയാണ്. റഹ്മാനായ റബ്ബേ, ഒരു പുരുഷായുസ് മുഴുവനും ദീനിന്റെ മേൽവിലാസമായി ഇവിടെ നിറഞ്ഞു നിന്ന ആ നല്ല മനുഷ്യന് എല്ലാം നീ കബൂലാക്കി മീസാൻ നീ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ജീവിതത്തിൽ എന്തെങ്കിലും വല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളും എവിടെയെങ്കിലുമൊക്കെ വന്നുപോയെങ്കിൽ മാപ്പരുളി അദ്ദേഹത്തെയും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തി തരണം അല്ലാഹ്. റജബ് മാസം 29 വഫാത്തായി പോയ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ പറ്റിയും പറയട്ടെ. 50 കോടിയോളം അനുയായികളുള്ള മഹാപണ്ഡിതനാണ്. ഇന്ന് 50 കോടിയോളം, കഴിഞ്ഞ 10,900 കൊല്ലങ്ങളിൽ അല്ല 10,200 കൊല്ലങ്ങളിൽ എത്ര കോടിക്കണക്കിന് അനുയായികൾ കഴിഞ്ഞുപോയി. അത്രമാത്രം അനുയായികൾക്ക് ഖുർആനും അമലും നിസ്കാരവും ഹജ്ജും സകലമാന മര്യാദകളും പഠിപ്പിച്ചതിൻ്റെ പുണ്യം പറ്റുന്ന മഹാപുരുഷൻ ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. 6 വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ കാണാതെ പഠിച്ചു. 7 വയസ്സ്
12 വയസ്സായപ്പോഴേക്ക് 12,000 ഹദീസുകൾ നിറഞ്ഞു നിൽക്കുന്ന അൽ മുദവ്വനത്തുൽ കുബ്ര എന്ന ഗ്രന്ഥം കാണാതെ പഠിച്ചു. എല്ലാ ദിവസവും ഖുർആൻ ഓതും, ഏതാണ്ട് ഒരു ഖത്മ്. റമദാനിൽ അതിലുമേറെ. ഇതാണ് ഇമാം ശാഫിഈ. അല്ലാഹുവേ, ഞങ്ങൾക്കും നീ തൗഫീഖ് തരണേ പഠിച്ചവനെ. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു മാലിക് ഇമാമിന്റെ ദർസിൽ വന്നു ചേർന്നു. ഇത് മാത്രം പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. മാലിക് ഇമാമിന്റെ ദർസിൽ വന്നു ചേർന്ന ഒന്നാമത്തെ ആ ദിവസം മാലിക് റളിയല്ലാഹു അൻഹു ഇടക്ക് ആ കുട്ടിയോടൊന്ന് എന്താണ് അവിടെ പണിയെന്ന് ചോദിച്ചു. ഞാനിവിടെ ഹദീസ് പറയുന്നു, എല്ലാവരും ഹദീസ് ഇങ്ങനെ കേൾക്കണം, അത് മനസ്സിലേക്കും കടലാസിലേക്കും കഠിനമായി പരിശ്രമിച്ചിങ്ങനെ പകർത്തണ്. അപ്പൊ നീ നിന്റെ വിരലിൽ ഇങ്ങനെ എന്താടാ പണി എന്ന് ചോദിച്ചു. ഇന്ന് വാട്സപ്പ് ഒന്നുമില്ല, എന്താണ് ഈ കളി എന്നാണ് ഇമാം ശാഫിഈ തങ്ങളോട് ആദ്യത്തെ ദിവസം തന്നെ ബഹുമാനപ്പെട്ട ഇമാമു ദാരിൽ ഹിജറ മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്. സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലുണ്ടോ ഒരു പണി? ഉസ്താദ് മിമ്പറിൽ താഴെ ഇരിക്കണ പല ആളുകളും വാട്സപ്പിൽ തോണ്ടാണ്, പാടില്ലാത്ത പണിയാണ്. അല്ലാഹു കാക്കട്ടെ. മദീനയിലെ മണൽ വിരിച്ച പള്ളിയിൽ സ്വഹാബത്ത് കുത്തിയിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നിർവഹിക്കുന്നു. മണൽ വിരിച്ച പള്ളിയിൽ ഇടയ്ക്ക് ചില ചരൽക്കല്ലുകൾ, ആ ചരൽക്കല്ലുകൾ കാലിലിങ്ങനെ വേദന ഉളവാക്കുമ്പോ ആ കല്ലുകൾ പെറുക്കുന്നവർ. അല്ലാഹുവിന്റെ ഹബീബ് ഗുണദോഷിച്ചു, മൻ അഖദൽ ഹസാത ഫഖദ് ലഗാ. കല്ല് പെറുക്കിയാൽ അവിവേകം ചെയ്തു, അവിവേകം ചെയ്താൽ ഫലാ ജുമുഅത ല, ജുമുഅന്റെ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും. വിഷയം കടുപ്പുള്ളതാണ്. ആ നേരത്തും കുറച്ചാൾക്കാർ ഇങ്ങനെ തോണ്ടാണ് വാട്സപ്പില്, കുറച്ചാളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കാണ്. ഇമാമിന്റെ ഖതീബിന്റെ കൺവട്ടത്തല്ല, തൂണിന്റെ മറവിലാണ്, മുകൾ നിലയിലാണ് സംസാരിക്കുന്നവരും. ചെയ്യുന്നത് തെറ്റാണ്. അൽ ജുമുഅത്തു ഹജ്ജുൽ ഫുഖറാഇ വൽ മസാകീൻ, മറന്നു കളയരുത്. നല്ല 2 ജുമുഅകൾ ഒരാൾക്ക് കിട്ടിയാൽ അതിനിടയിലുള്ള പാപങ്ങളൊക്കെ അല്ലാഹു എഴുതി തള്ളുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. കൊയിലാണ്ടിയിൽ ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തൊരു പള്ളി, ഇപ്പുറത്തൊരു പള്ളി, രണ്ടും കാന്തപുര ഉസ്താദ് ഉണ്ടാക്കിയ പള്ളികൾ. 9,000 പള്ളികൾക്കിടയിൽ കൊയിലാണ്ടി ബസ് സ്റ്റാൻഡിന്റെ അപ്പുറത്തൊന്ന്, ഇപ്പുറത്തൊന്ന്. പഴയ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടവർക്ക് അപ്പുറത്തു പോകാം, പുതിയ സ്റ്റാൻഡിലുള്ളവർക്ക് ഇപ്പുറത്തു പോകാം. അല്ലാഹുവേ, എത്രയെത്ര ഖിദ്മത്തുകളാണ് ഈ ഉസ്താദുമാരൊക്കെ ചെയ്തു വെച്ചത്. അവർക്കൊക്കെ നീ വലിയ തൗഫീഖ് ഇനിയും കൊടുക്കണേ പഠിച്ചവനെ. ഇൽമു, തഖ്വ, ആഫിയത്ത്, ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ നീട്ടി നീട്ടി തരണേ പഠിച്ചവനെ. ആ മഹാന്മാരായ ഉസ്താദുമാരെ ദീർഘായുസ് കൊണ്ട് ഞങ്ങളെ ഉമ്മത്തിനെ നീ അനുഗ്രഹിക്കണേ പഠിച്ചവനെ. സുബ്ഹാനല്ലാഹ്, ആ പള്ളിയിൽ ഞാൻ ഒരു ജുമുഅക്ക് കയറിയപ്പോ ഖലീഫ ഫഖീ തങ്ങളുടെ പേരക്കുട്ടി ഒരു സയ്യിദാണ് ഖുതുബ. ആ സയ്യിദ് സംസാരിക്കാറില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ ജുമുഅ അങ്ങോട്ട് കഴിഞ്ഞപ്പോ തങ്ങൾ എന്നോട് പറഞ്ഞ്, നിങ്ങൾ 2 വാക്ക് പറയൂ. പെട്ടെന്നുള്ള അറ്റാക്കില് എന്തു പറയണം എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് അപ്പൊ തന്നെ ഓർമ്മ വന്നത്, ഞാൻ ആ ഖുതുബയിൽ എൻ്റെ അടുത്തിരിക്കണ ഒരാള്, ആ ആളെങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അയാൾ ഫുൾ വാട്സപ്പിലാണ്. ആ വ്യക്തിയെ പലപ്പോഴും കണ്ടു പരിചയമുണ്ട്. നല്ല മജ്ലിസുകളിലൊക്കെ ഉണ്ടാവുന്ന ആളാണ്. ഉപദേശം ഫലപ്പെടേണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു വേണ്ടാത്ത പണിയല്ലേ. ഞാൻ കണ്ണും പൂട്ടി വാട്സപ്പിൽ ഇങ്ങനെ കളിക്കുന്നു. ഖുതുബന്റെ നേരത്ത് ചിലര് ആ പരിപാടി ശരിയല്ല. മദീനയിലെ മണൽ വിരിച്ച പള്ളിയിൽ കാലിൽ വേദനിക്കുമ്പോ ചരൽക്കല്ല് പെറുക്കി നീക്കണ സ്വഹാബത്തിനെ അതിന്റെ പേരിൽ ഗുണദോഷിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി. സംസാരിക്കുന്ന വ്യക്തിയോട് അൻസിത്, മിണ്ടല്ല എന്ന് പറഞ്ഞാൽ തന്നെ ഫഖദ് ലഗൗത്,
പണിവാളി എന്ന് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് മുസ്തഫ ഹദീസുകൾ സൂചിപ്പിച്ചു. ഞാനത് പറഞ്ഞു. ഞാൻ എൻ്റെ വഴിക്ക് പോകും ചെയ്തു. ഞാൻ എൻ്റെ ധർമ്മം നിർവഹിച്ചതാണ് എന്ന് ഞാൻ സമാധാനിക്കുന്നു. അത്രേ ഉള്ളൂ. 10 ദിവസം കഴിഞ്ഞപ്പോൾ ചുമ്മാ സിറാജ് പത്രം ഒരു ദിവസം രാവിലെ നോക്കിയപ്പോൾ മരിച്ച ആളുകളുടെ ചിത്രം പലയിടത്തുണ്ട്. ആ ചിത്രത്തിലെ കൂട്ടത്തിൽ ഒരു ചിത്രം, പടച്ചോനെ ഇത് അയാൾ തന്നെയല്ലേ? അയാൾ തന്നെയാണ്. എൻ്റെ പ്രായം വരില്ല അയാൾക്ക്. ആ മനുഷ്യന്റെ അതേ മുഖം അയാൾ തന്നെ. ഊരും പേരൊക്കെ വായിച്ചു നോക്കുമ്പോ കൊയിലാണ്ടിയുടെ പരിസരം, വിളിച്ചാൽ കേൾക്കുന്ന ദൂരം. അപ്പൊ അയാൾ തന്നെ. ഞാൻ അയാളെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, ശരി തന്നെ. പക്ഷേ എന്റെ പ്രസംഗം കേട്ടപ്പോ അയാളെ ഫീലിങ്സ് അത് ഞാൻ ഇങ്ങനെ ആലോചിച്ചു. അതൊരു 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പോ പടച്ചോനെ, ഞാൻ ആ വ്യക്തിയെ തേടിപ്പോയി. ഞാൻ ആ വീട്ടിൽ തന്നെ എത്തിച്ചേർന്നു. അത് 2ാമത്തെ അല്ലെങ്കിൽ 3ാമത്തെ ദിവസമാണ്. അവിടെ കുറെ ആളുകളുണ്ട്. നോക്കുമ്പോ നമ്മൾ അറിയുന്ന കുറെ ദീനീ പ്രവർത്തകർ. പിന്നെ ആരാണ്? ഞാൻ അറിയുന്ന, എന്നെ അറിയുന്ന എന്റെ തന്നെ കുറെ ബന്ധുക്കള്. അപ്പൊ മനസ്സിലായി നമ്മളെ ബന്ധുവാണ് ഈ സുഹൃത്ത്. സുബ്ഹാനല്ലാഹ്, ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല. നീ പുറത്തൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവേ, അവിവേകങ്ങൾ ഞങ്ങളാരെയും ജീവിതത്തിൽ നീ തരല്ലേ അല്ലാഹ്. ഖുതുബ നഷ്ടപ്പെടുന്നു, ജുമുഅ നഷ്ടപ്പെടുന്നു, സവാബ് ഇല്ലാതെ പോകുന്നു. അമലൊക്കെയും ചെയ്തിട്ടുണ്ട്, പരലോകത്ത് ചെയ്യുമ്പോ കൈമലർത്തേണ്ടി വരുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ പരിപാടിയൊന്നും ജുമുഅന്റെ നേരത്ത് വേണ്ട. മദീനത്തെ മസ്ജിദുൻ നബവിയിൽ ആദ്യത്തെ ദർസിൽ ചേർന്ന ഇമാമുന ശാഫിഈ തങ്ങള് കയ്യിലിങ്ങനെ തോണ്ടിക്കളിക്കണത് കണ്ടിട്ടാണ് മാലിക് ഇമാം റളിയല്ലാഹു അൻഹു കയർത്തത്. ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോൾ ഓടിച്ചെന്നു ഇമാമുന ശാഫിഈ. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ഉസ്താദെ, ഇവരൊക്കെ എഴുതുകയാണ്. ഇവരെ കയ്യിൽ പേനയുണ്ട്, കടലാസുണ്ട്. അവര് പകർത്തട്ടെ, എഴുതട്ടെ. എൻ്റെ കയ്യിൽ പേനയില്ല, എനിക്ക് കടലാസില്ല, അത് വാങ്ങിത്തരാൻ ആളില്ല. എൻ്റെ കയ്യിൽ കാശും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പഠിക്കുന്നവനാണ്, പഠിക്കാൻ വന്നതാണ്, പഠിക്കേണ്ടത് എൻ്റെ കർത്തവ്യമാണ്. ഉദുറ് പറഞ്ഞ് കഴിച്ചിലായ പോരാ, എനിക്ക് ബോധമുണ്ട്. ഉസ്താദ് ഇന്ന് ഈ മജ്ലിസിൽ പറഞ്ഞ 60 ഹദീസുകളും ഞാൻ മനപ്പാഠം പഠിച്ചിട്ടുണ്ട്. അതെൻ്റെ മനസ്സിൽ പകർത്താൻ വേണ്ടി ചില കൈക്രിയകളൊക്കെ ചിലപ്പം ചെയ്തു പോകുന്നത് അറിയാതെയുള്ള ഒരു പ്രതിപ്രവർത്തനമാണ്. 60 ഹദീസും ഞാൻ പഠിച്ചിട്ടുണ്ട്. അവിടുന്ന് എൻ്റെ ഉസ്താദ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെ ഈ ഹദീസിന്റെ സനദിൽ 4 ആളുണ്ടാകും, 3 ആളുണ്ടാകും, അല്ലെങ്കിൽ 5 ആളുണ്ടാകും. ഈ 60 ഹദീസുകളുടെ സനദുകളിൽ വരുന്ന ഏതൊക്കെ റിജാല്, ഏതൊക്കെ ഇമാമീങ്ങളുണ്ടോ, എനിക്ക് ആ തർത്തീബും മത്തുനുമൊക്കെ സനദടക്കം കാണാപാഠമാണ്. അതൊക്കെ ഞാൻ ഇപ്പൊ ചൊല്ലിത്തരാം എന്ന് അന്നത്തെ ആ കുട്ടി പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു, ഗസയിലെ അസ്കനാനിൽ നിന്ന് ഇൽമു തേടി മക്കയിൽ വന്ന നീ, ആ മക്കയിൽ നിന്ന് ഇൽമു തേടി മദീനയിൽ നിന്ന് വന്ന നീ മക്കിയാണ്, ഖുറശിയാണ്. നീ എൻ്റെ ദർസിലുള്ളത് എനിക്ക് അഭിമാനമാണ്. മോനെ, ഞാൻ തെറ്റിദ്ധരിച്ചു പോയത് മാപ്പാക്കണേ. ആ ചെറിയ കുഞ്ഞിമോനെ കെട്ടിപ്പിടിച്ച ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, അല്ലാഹുവേ, ഈ ഉസ്താദുമാരെയൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ ഇൽമുൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയും മന്ദബുദ്ധികളാക്കല്ലേ റബ്ബേ, മനോരോഗികളാക്കല്ലേ റബ്ബേ, അന്തം കമ്മികളാക്കല്ലേ അല്ലാഹ്, തെരുവുദണ്ഡികളാക്കല്ലേ റബ്ബേ, തല്ലുകൊള്ളികളാക്കല്ലേ തമ്പുരാനെ. ബിദ്അത്ത് കൂടാരങ്ങളിൽ ഞങ്ങളെ മക്കളാരെയും ചെന്നു ചാടിക്കല്ലേ തമ്പുരാനെ. താരിഖു സ്വലാത്തായി ഞങ്ങളെ മക്കളാരെയും നീ നശിപ്പിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളെക്കാൾ നല്ലവരായി ഞങ്ങളെ മക്കളെ വളർത്തിത്തരണേ അല്ലാഹ്. മക്കള്
ചിലപ്പോ അപ്പമാരെക്കാളൊക്കെ നന്നാകണം. നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം. മക്കൾക്ക് വേണ്ടി ഒക്കെ ദുആ ചെയ്യണം. അല്ലാഹു നമ്മളെയും മക്കളെയും നന്നാക്കി തരുമാറാകട്ടെ. എൻ്റെ നാട്ടിൽ ഒരു മൗലവി ഇങ്ങനെ പ്രസംഗിച്ചു. ആ മൗലവി പ്രസംഗിക്കുന്നത് എന്താണ്? ഒരു ഡോക്ടറെ നിങ്ങൾ സമീപിച്ചപ്പോൾ കുട്ടിൻ്റെ അസുഖം മാറി, കുഴപ്പമില്ല. രണ്ടാമത് ഒരിക്കൽ കൂടി ആ ഡോക്ടറെ സമീപിച്ചാൽ ശിർക്കാകും. ചുഴലി മൗലവി പ്രസംഗിക്കാൻ എൻ്റെ നാട്ടിൽ. ആ പ്രസംഗം കേട്ടപ്പോ ഒച്ചപ്പാടും ഗോഷ്ഠിയും പാണ്ഡിത്യത്തിൻ്റെ വേഷവും കേരളത്തിൽ ഏറ്റവും വലിയ താടിയും. ഈ മനുഷ്യൻ പ്രസംഗിച്ചതിന് എങ്ങനെ പ്രതികരിക്കണമെന്ന് മുസ്ലിം ജമാഅത്തിന്റെ ഭാരവാഹിയായ പാവപ്പെട്ട ഞാനിങ്ങനെ ആലോചിക്കുകയാണ് അന്ന് രാത്രി. അപ്പൊ എന്നെ ഒരു സുഹൃത്ത് വിളിക്കണ് കണ്ണൂരിൽ നിന്ന്. ആ സുഹൃത്ത് പറയണ്, സുഹൃത്തെ ഉസ്താദെ, നിങ്ങൾക്ക് ഇന്ന പരിചയമുണ്ട്, നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, കണ്ടാൽ നിങ്ങൾക്ക് ഇന്നെ അറിയാം. എൻ്റെ നാവിൻ്റെ ഒരു മൂലയിൽ ഇപ്പോൾ ഒരു മുറി, അത് ക്യാൻസർ ആണെന്ന് തോന്നുന്നു, പേടിയാകുന്നു. അതുകൊണ്ട് മുക്കം അടുത്ത് ആ MVR ക്യാൻസർ സെന്ററിൽ നാളെ 9 മണിക്ക് എനിക്കൊരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് എനിക്ക് എത്തണം. ഞാനിപ്പോൾ കണ്ണൂരിൽ നിന്ന് പുറപ്പെടുകയാണ്. എനിക്കിന്ന് മടവൂരിൽ വന്ന് 11 യാസീൻ ഓതണം. രാവിലെ കാന്തപുരം ഉസ്താദിനെ കണ്ട് ഇത്തിരി വെള്ളം മന്ത്രിച്ചു വാങ്ങണം. സമയം തെറ്റരുത്, എനിക്ക് ആശുപത്രിയിലെത്തണം. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ ഇതൊക്കെ തർത്തീബനുസരിച്ച് നടക്കും എന്നു പറഞ്ഞ് എന്നെ വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തിന് ചെറിയ ഒത്താശകളൊക്കെ ചെയ്തു. രാത്രി മടവൂര് മഖാമിൽ വന്നയാൾ 11 യാസീൻ ഓതി. രാവിലെ കാന്തപുരം ഉസ്താദിനെ കണ്ടു മന്ത്രിച്ച വെള്ളം വാങ്ങി. 9 മണിയാകുമ്പോഴേക്ക് ചൂലൂര് വെള്ളലശ്ശേരി MVR ഹോസ്പിറ്റലിൽ പോയി അദ്ദേഹം ചികിത്സ തേടി. ആ വ്യക്തി എന്നെ വിളിച്ച് എന്നെ ഇങ്ങനെ പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ഇപ്പൊ നീ എന്നെ വിളിക്കുന്നു, സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് തന്നെയാണ് നീ എന്നെ വിളിക്കേണ്ടത്. കാരണം ഈ വിളിച്ച ആള് അയാൾ ഈ ചുഴലി മൗലവിയുടെ മൂത്ത മോനാണ്. ചുഴലി മൗലവിയുടെ മൂത്ത മോൻ ഹാരിസാണ് എന്നെ വിളിച്ചു പറയണത്, എനിക്ക് മടവൂർ വന്ന് യാസീൻ ഓതണം, എനിക്ക് കാന്തപുരം ഉസ്താദിന്റെ അടുക്കൽ വന്ന് മന്ത്രിച്ച വെള്ളം വാങ്ങണം, എന്നിട്ട് എനിക്ക് ആശുപത്രിയിൽ പോയി ചികിത്സ തേടണം. എല്ലാം നടന്നു. അദ്ദേഹത്തിന്റെ അസുഖവും മാറി. അള്ളാഹു അദ്ദേഹത്തിനും നമുക്കൊക്കെ ആഫിയത്ത് നിലനിർത്തി തരട്ടെ. ഒരാള് ഒച്ച വെക്കണ്, അയാള് ചാടി കീറണ്, അയാള് അലറി കൂവണ്. എന്ത്? ഒരു ഡോക്ടറെ ഒരു വട്ടം കണ്ടു, കുഴപ്പമില്ല. രണ്ടാമത്തെ വട്ടം അതേ ഡോക്ടറെ നീ കണ്ടാൽ ഇത് അള്ളാഹ്ക്ക് കൊടുത്ത വാക്കിനെതിരാണ്, ഷഹാദത്തിനെതിരാണ്, ശിർക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അലറിക്കൂവല് നിങ്ങൾക്കൊക്കെ അത് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും. ഞാൻ വിശദീകരിക്കുന്നില്ല. നമ്മളെ നാട്ടിലൊക്കെ ഉള്ള ഡോക്ടർമാര് തലമുറകളെ ചികിത്സിച്ചവരല്ലേ. അവരെ സമീപിച്ച മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളായി പോകൽ എങ്ങനെയാ? കൈപുണ്യമുള്ള നല്ല ഡോക്ടർമാരെ എത്ര വട്ടം നമ്മൾ സമീപിച്ചിട്ടുണ്ട്. പല അസുഖങ്ങൾക്ക്, ഒരേ അസുഖങ്ങൾക്ക്. ഞാൻ കാണുന്ന ഒരു ഡോക്ടർ എൻ്റെ വല്യാപ്പനെ ചികിത്സിച്ച ആളാണ്, എൻ്റെ വാപ്പയെ ചികിത്സിച്ച ആളാണ്, എന്നെ പലവട്ടം ചികിത്സിച്ച ആളാണ്, എൻ്റെ മക്കളെ ചികിത്സിച്ച ആളാണ്. ഞാൻ വല്യാപ്പ ആയിട്ടില്ല. ഞാൻ വല്യാപ്പ ആയാല് എൻ്റെ മക്കളെ ചികിത്സിക്കാനും കൂടിയൊക്കെ അയാൾക്ക് ആയുസ് ഏകദേശമൊക്കെ ബാക്കിയുണ്ടാവും. ഈ രൂപത്തിലെല്ലാമുള്ള ഡോക്ടർമാര് നമ്മളൊക്കെ നാട്ടിൽ പലരും ഉണ്ട്. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാഞ്ഞു വന്ന് കടിക്കുന്ന അങ്ങനെ എന്തോ ഒരു സാധനമാണോ? എത്ര വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ സമൂഹത്തിൽ.
അതും പറഞ്ഞുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പ് എത്ര വലുതാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നമ്മൾ ഇൽമു പഠിക്കണം, ദീനു പഠിക്കണം, സജ്ജനങ്ങൾക്കൊപ്പം നിൽക്കണം, സ്വാലിഹീങ്ങളെ ഒപ്പം കൂടണം. ഇന്നീ മഅക്, ഞാൻ നിങ്ങൾക്കൊപ്പമാണ് എന്ന് എല്ലാരോടും പറയുന്ന ചില മനുഷ്യന്മാരുണ്ട്, ചില സാധുക്കൾ. അവരെ പേരാണ് ഇന്നി മഅക്, ഇന്നി മഅക്, ഞങ്ങളാളാണ് എന്നെല്ലാരോടും പറയും. ആ ആളുടെ പേരാണ് ലാ തകുൻ അമ്മായി ആകരുത്. നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ദീന് പഠിച്ചവർക്ക് ആർജവം വേണം, ദീന് വിശ്വസിക്കുന്നവർക്ക് ആർജവം വേണം. എല്ലാം ശരിയാണ് എന്ന് പറഞ്ഞാൽ അത് ദീനല്ല, തിരിച്ചറിയണം. പഞ്ചായത്ത് ഇലക്ഷനിൽ നമ്മുടെ പ്രിയപ്പെട്ട 5 പേര് മത്സരിക്കുന്നു. വാർഡില് 5 ആളും നമുക്ക് പ്രിയപ്പെട്ടവരാ. 5 ആൾക്കും വോട്ട് കുത്തിയാൽ എന്തെന്നാണ് അതിന്റെ അർത്ഥം? ഇത് ജനാധിപത്യമാണോ? ഇത് മനുഷ്യ സ്നേഹമാണോ? എല്ലാരും അങ്ങനെ വോട്ട് കുത്തിക്കോളൂ. അങ്ങനെ നിൽക്കുമ്പോ ഏറാമല പഞ്ചായത്തില്, വില്യാപ്പള്ളി പഞ്ചായത്തില്, ഈ വാർഡില് അയ്യേ എല്ലാം പൊണ്ണന്മാര്, എല്ലാം പൊട്ടന്മാര് എന്നും പറഞ്ഞ് നോട്ട വിജയിച്ചാൽ നമ്മുടെ നാട്ടിൽ വരുന്ന ദുഷ്പേര് എത്ര വലുതാണ്. നിലപാടുകൾ ഉണ്ടാകണം. ഈമാനുള്ളവർക്ക് നിലപാടുകൾ വേണം. വമൻ അസ്ലമ, മുസ്ലിമായവൻ, തഹറൗ റശദാ, സന്മാർഗത്തെ നോക്കിക്കണ്ട് അതിനൊപ്പം നിലയുറപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ആദർശം അതുണ്ടെങ്കിലേ രക്ഷപ്പെടൂ. അള്ളാഹു നമ്മളെ പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ശരിയായ ആദർശത്തിൽ അടിയുറപ്പിച്ചു നിലനിർത്തി തരുമാറാകട്ടെ. ആലിമീങ്ങൾ, സജ്ജനങ്ങൾ, സ്വാലിഹീങ്ങൾ അവരെ എതിർത്തും കളിയാക്കിയും ചീത്ത വിളിച്ചും പരലോകം കുളം തോണ്ടുന്ന വലിയ നഷ്ടത്തിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാത്തു രക്ഷിക്കണം അല്ലാഹ്. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് പറയുന്നു, വലാ യസ്തഖിഫന്നക അല്ലദീന ലാ യൂഖിനൂൻ. ഈമാനില്ലാത്ത, ഈഖാനില്ലാത്ത, യഖീൻ ഉറപ്പില്ലാത്ത ആളുകൾ നിങ്ങളെ ഈമാനും കൂടി ചോർത്തിക്കളയണത് നിങ്ങൾ സൂക്ഷിക്കണേ. സൂറത്തുർ റൂമിലെ അവസാനത്തെ ആയത്ത്. രാഷ്ട്രീയത്തിന് വേണ്ടി, സൗഹൃദത്തിന് വേണ്ടി, സാമൂഹിക ലാഭത്തിനും നേട്ടത്തിനും വേണ്ടി നമ്മൾ സുന്നത്ത് ജമാഅത്ത് മറന്നുപോയാൽ, ഈദ് ആദർശം മറന്നുപോയാൽ, എല്ലാം ശരിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എല്ലാവരുടെയും ആളായിപ്പോയാൽ നമ്മളല്ലാതായി പോകും എന്ന ഗൗരവം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് മാത്രം ഞാൻ ഓർമ്മിപ്പിക്കുന്നു. തീ ആരാധിക്കുന്നൊരു കൂട്ടരുണ്ട്. പണ്ട് പേർഷ്യയിൽ, അവരിപ്പോ കോഴിക്കോട്ടുണ്ട്, അവര് ഗുജറാത്തിലുണ്ട്, അവര് കർണാടകത്തിൽ ധാരാളമുണ്ട്, മഹാരാഷ്ട്രയിലും ബോംബെയിലുമുണ്ട്. പാർസികൾ, മജൂസികൾ, തീയിനെ ആരാധിക്കുന്നവർ. അവര് മയ്യത്ത് മണ്ണിൽ കുഴിച്ചു മൂടൂല, അവര് മയ്യത്ത് തീയിൽ ദഹിപ്പിക്കൂല. അവര് ചെയ്യുന്ന പണി എന്താന്ന് നിങ്ങൾക്കറിയോ? അവര് മയ്യത്ത് കൊത്തിക്കേറി കഴുകന് തിന്നാനിട്ട് കൊടുക്കും. ഇതൊക്കെ വാട്സപ്പിൽ കാണുന്നവരാണ് ഈ ഉമ്മമാർ, ഈ കുട്ടികൾ. എല്ലാവർക്കും അറിയാം മജൂസി പാർസി മതം അതാണ്. ആ മജൂസി പാർസി മതവും ഇസ്ലാമും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്. എന്നിട്ട് മദീനയിൽ ഉറങ്ങുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ച ഹദീസ് ഈമാനുള്ളവർ കേട്ടോളൂ. അൽ ഖദരിയ്യത്തു മജൂസു ഹാദിഹിൽ ഉമ്മ, നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഖദർ നിഷേധിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അല്ലാഹുവിൽ വിശ്വസിച്ചു, അമ്പിയാക്കളിൽ വിശ്വസിച്ചു, മലായിക്കത്തിൽ വിശ്വസിച്ചു, മുർസലീങ്ങളിൽ വിശ്വസിച്ചു, കിതാബിൽ വിശ്വസിച്ചു, പരലോകത്ത് വിശ്വസിച്ചു, ഒരേ ഒക്കെ അതിൽ പെട്ടില്ലേ. പിന്നെ ഈ ഖദരി അതിപ്പോ എന്താ? അത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നതിന്റെ ഭാഗമല്ലേ, അങ്ങനെ പോരെ എന്നൊരു ന്യായം കേട്ടാ ശരിയാണെന്ന് തോന്നും. ഈമാൻ കാര്യത്തിലെ 6ാമത്തെ കാര്യം അടർത്തി മാറ്റി. ഖദറിൽ വിശ്വാസമില്ലാത്തൊരു കൂട്ടര് താബിഈങ്ങളെ കാലത്ത്, സ്വഹാബത്തെ, നിങ്ങളുടെ അടുത്ത തലമുറയിൽ അങ്ങനെ വരും കേട്ടോ. അവരെ പേരാണ് ഖദരിയ്യത്ത്, മജൂസികളാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി
മുത്തുനബി പേര് വെച്ചത് റഹ്മത്തുൽ ലിൽ ആലമീൻ, അവിടുത്തെ തൊള്ള കൊണ്ട് തന്നെ. ആദർശം, കാർക്കശ്യം ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ ദീന് എന്നോ നനഞ്ഞ് തേഞ്ഞു ഒട്ടിപ്പോകും. അൽ ഖദരിയത്തു മജൂസ് ഹാദിഹിൽ ഉമ്മ, എൻ്റെ ഉമ്മത്തിൽ പെട്ടുപോയി എന്നേ ഉള്ളൂ. സംഗതി മജൂസികളാണ്. ലാ തുസല്ലു മഅഹും, അവരെ പിന്നിൽ നിസ്കരിക്കരുതേ. വലാ തുസല്ലു അലൈഹിം, അവർ മരിച്ചാൽ മയ്യിത്ത് നിസ്കരിക്കരുതേ. അലൈഹിം ഹല്ലത്തിൽ ലഅനാ, ശാപം ഇറങ്ങിയ കൂട്ടരാണ്. ഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഇത് നവവി ഇമാം ഉദ്ധരിച്ചിട്ടില്ലേ, ഇബ്നു ഹജർ അസ്ഖലാനി ഉദ്ധരിച്ചിട്ടില്ലേ, ഇമാം ഇബ്നു ഹജർ ഹൈതമി ഉദ്ധരിച്ചിട്ടില്ലേ, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഉദ്ധരിച്ചിട്ടില്ലേ, അഹ്മദുൽ കബീർ റിഫാഇ തങ്ങൾ ഉദ്ധരിച്ചിട്ടില്ലേ. ഒരു കൂട്ടം മുസ്ലിമീങ്ങൾ താടിയുണ്ട്, തലപ്പാവുണ്ട്, നിസ്കാരമുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്, വളരെ ഉഷാറ്. എന്നിട്ടും റഹ്മത്തുൽ ലിൽ ആലമീൻ അവർക്കിട്ട പേര് മജൂസ്. എത്ര ഗൗരവം! ആ ഗൗരവം അവര് മനസ്സിലാക്കി, അവര് നന്നാവണം. ഇല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കി നമ്മൾ മാറി നിൽക്കണം. ഈ ജാഗ്രതയുടെ പേരാണ് ദീന്. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഇന്ദിരാഗാന്ധി പണ്ടൊരിക്കൽ അങ്ങനെ ഒരു ചെറുപ്പക്കാരനുമായി സ്നേഹമായി. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ഫൈറൂസ് ഗണ്ഡി. പിന്നെ അവര് വിവാഹിതരായി. അപ്പോൾ പിന്നെ ഇന്ദിരാ ഗണ്ഡിയായി. അതൊന്ന് മോഡിഫൈ ചെയ്തപ്പോ ഇന്ദിരാഗാന്ധിയായി. നല്ല പേര്. 2 മക്കള് പിറന്നു. ഒന്ന് അതാണ് രാജീവ് ഗാന്ധി, മറ്റൊരാള് സഞ്ജയ് ഗാന്ധിയും. രാജീവ് ഗാന്ധി വെടിയേറ്റു മരിച്ചുപോയി. സഞ്ജയ് ഗാന്ധി വിമാനാപകടത്തിൽ കത്തിപ്പാളിപ്പോയി. രാജീവ് ഗാന്ധിയുടെ മകൻ കേരളത്തിൽ വന്നു മത്സരിച്ച് MP ആയിട്ടുണ്ട്. മകൾ കേരളത്തിൽ വന്നു മത്സരിച്ച് MP ആയിട്ടുണ്ട്. മജൂസിയാണ്, പാർസിയാണ്. ഞാൻ കുറ്റം പറയാൻ പറഞ്ഞതല്ല. മറ്റൊരു മതക്കാര് ഇങ്ങനെ ലോകത്ത് പലയിടത്തും ഉണ്ട്. അവർ പേർഷ്യയിൽ ഉണ്ടായിരുന്നു, അവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഗുജറാത്തി വ്യാപാരികൾ മജൂസികൾ കേരളത്തിൽ കോഴിക്കോട്ടങ്ങാടിയിലും ഉണ്ട്. മജൂസി, പാർസി വേറെ ഒരു മതമാണ്. ആ മതത്തിനെ പേരാണ് മുത്തുനബി തങ്ങൾ ഖദർ നിഷേധികൾക്ക് ചാർത്തിക്കൊടുത്തതെങ്കിൽ സാക്ഷാൽ ഖുതുബാത്ത് എന്ന പുസ്തകത്തിൽ ലാഹോറിൽ പിറന്ന മൗദൂദി സാഹിബ് എഴുതിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഈമാൻ കാര്യം 5 എണ്ണമേ പറഞ്ഞിട്ടുള്ളൂ. മുഹമ്മദ് നബി 6 എണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഖുർആൻ പറഞ്ഞ 5 എണ്ണമാണ് സ്വീകരിക്കേണ്ടത്. ഖദറിന്റെ വിശ്വാസം ഈമാൻ കാര്യത്തിൽ എണ്ണാൻ മടിച്ചു മാറി നിന്ന മൗദൂദി സാഹിബിനെ ന്യായീകരിക്കാൻ പറ്റൂല. മുത്തുനബി 6 പഠിപ്പിച്ചതെങ്കിലും ഖുർആനിൽ 5 എണ്ണമേ എണ്ണിയിട്ടുള്ളൂ എന്ന് ന്യായം പറഞ്ഞ് ഖദറിനെ തിരസ്കരിച്ചവർ ഏതായാലും ശരിയായ ലൈനിനല്ല. ഈമാന്റെ പേരിൽ ജാഗ്രത വേണം, ഈമാന്റെ പേരിൽ സൂക്ഷ്മത വേണം. അങ്ങനെ സൂക്ഷ്മതയുള്ള മുഅ്മിനീങ്ങളായി ജീവിച്ച് നമ്മൾ നന്നാകണം. അല്ലാഹു നമ്മെ നന്നാക്കി തരട്ടെ. വമൻ നസലത് ബിസഹതിഹിൽ മനായാ ഫലാ അർളുൻ തഖീഹി വലാ സമാഉ. നരകം പിന്നാലെ പാഞ്ഞു വന്നാൽ ലോസ് ആഞ്ചലസ് കത്തിയമരുകയാണ്, കത്തിത്തീരുകയാണ്, തീപിടുത്തമാണ്, എല്ലാം കത്തിച്ചാമ്പലാവുകയാണ്. ട്രംപിന് ഒന്നും ചെയ്യാനില്ല, കൊമ്പ് ഒടിഞ്ഞു പോയി, ലോകത്താരായാലും ഒന്നും ചെയ്യാനില്ല. ആ നരകം മാടി വിളിക്കുന്നു. കാവൽ ചോദിച്ച് പടച്ചവന്റെ മുമ്പിൽ കുമ്പിട്ട് കരഞ്ഞു കിടന്നു നീ മാപ്പ് ചോദിച്ചു നിസ്കരിച്ചോ. നരകം കത്തിയാളുന്ന നേരമാണ് നട്ടുച്ച. നിനക്ക് ആ നേരത്ത് ളുഹർ നിസ്കാരം നിർബന്ധമാക്കി അല്ലാഹ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഞാൻ വിശദീകരിക്കുന്നില്ല, നിർത്തി.
വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിവട്ടം 3 ഗ്രാമങ്ങൾ, അല്ലെങ്കിൽ 2 ഗ്രാമവും ഒരു വലിയ അങ്ങാടിയും മുഴുവനും കുത്തിയൊലിച്ച് മണ്ണുപോയി. 400 കെട്ടിടങ്ങളാണ് തകർന്നത്. 400 കെട്ടിടങ്ങൾ. 400 കെട്ടിടങ്ങൾക്ക് 40 ലക്ഷം കല്ലുകൾ ഉണ്ടാവും. മനുഷ്യൻ ചെത്തി മിനുക്കി വൃത്തിയാക്കിയ കല്ലുകൾ. 400 കല്ലുകൾ, 400 കെട്ടിടങ്ങളുടെ 40 ലക്ഷം കല്ലുകൾ. ഒറ്റ കല്ലും വെളിയിൽ കണ്ടിട്ടില്ല. കണ്ടത് മുഴുവൻ കാട്ടുകല്ലുകൾ. 3 ഗ്രാമങ്ങളിൽ മനുഷ്യരോമനിച്ച് കൃഷി ചെയ്തു വളർത്തിയ തെങ്ങ് മുതൽ ചീര വരെ എത്ര ചെടികളുണ്ട്, എത്ര മരങ്ങളുണ്ട്, എത്ര കൃഷികളുണ്ട്. ഒറ്റയെണ്ണം വെളിയിൽ കണ്ടിട്ടില്ല. സകലതും കാട്ടുമരങ്ങളാണ് പിന്നെ കണ്ടത്. ശരിയല്ലേ? ഈ കൊല്ലം നമ്മൾ കണ്ട കാഴ്ച ഇതുവരെ കണ്ടിട്ടില്ല. ഇനി ഒരിക്കലും അങ്ങനെയൊന്നും കാണിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ, ഇങ്ങനെയൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. ഇനി ഒരിക്കലും കാണിക്കല്ലേ റബ്ബേ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞു, വതറൽ അർള ബാരിസ വഹശർനാഹും. അല്ലാഹു ഭൂമിയെ ഉഴുതുമറിച്ചിട്ടിരിക്കുന്നു. മഹ്ശർ എങ്ങനെയാണെന്ന് കാണിച്ചു തരികയാണ് മോനെ. എങ്ങനെയുണ്ട് മഹ്ശർ എന്ന് ഇപ്പം മനസ്സിലായോ? ആ 3 ഗ്രാമങ്ങളിലെ 400 കെട്ടിടങ്ങളിലെ 40 ലക്ഷം കല്ലുകൾ ഒറ്റയൊന്നും വെളിയിൽ കണ്ടില്ലല്ലോ. കാട്ടുകല്ലുകളും കാട്ടുമരങ്ങളും മാത്രമല്ലേ കണ്ടുള്ളൂ. മഹ്ശർ ഇങ്ങനെയാണ് കേട്ടോ. ആലോചിച്ചോ. എന്നിട്ട് അവിടെ പോയി നോക്കിയവര് പറയുന്നു, മണ്ണൊഴുതു മറിച്ചിട്ടാല് കല്ല് വെളിയിൽ വന്ന് കിടന്നാ പോരെ? അല്ലല്ല, ഇറച്ചി നുറുക്കിയ മാതിരിയാണ് ഈ കല്ലുകളൊക്കെ അല്ലാഹു പൊട്ടിച്ചിട്ടതെങ്കിൽ സംഗതി ചൂരൽ മലയല്ല, ചൂരൽ കഷായം. അല്ലാഹുവേ, വമാ നുർസിലു ബിൽആയാതി ഇല്ലാ തഖ്വീഫാ. ഈമാനുള്ളവർ ഒന്ന് പേടിച്ചു മടങ്ങാൻ. അതിനാണ് അല്ലാഹു ഇങ്ങനെ അടയാളങ്ങൾ കാണിക്കുന്നതെന്ന് ഖുർആൻ. ഞങ്ങളെ നന്നാക്കി തരണേ റബ്ബേ. ഈമാനുള്ളവരാക്കി തരണേ റബ്ബേ. സൂക്ഷ്മതയുള്ളവരാക്കി തരണേ അല്ലാ. ഖൽബ് വെളിച്ചമുള്ളവരാക്കി തരണം അല്ലാ. ആ ചൂരൽമലയിൽ എങ്ങനെ മഴ പെയ്ത് എല്ലാം കുത്തിയൊലിച്ചു പോകുമ്പോ ഒരു പാവം അമ്മച്ചി, അവരെന്തോ ഒന്ന് കയ്യിൽ തടഞ്ഞപ്പം നോക്കി. പേരക്കുട്ടിയാണ്. കുറച്ചു നേരം തുഴഞ്ഞു നീങ്ങിയപ്പോ വേറെ എന്തോ ഒന്ന് കയ്യിൽ കണ്ടു. നോക്കുമ്പോ അമ്മയാണ്. ഒന്ന് അമ്മയാണ്, ഒന്ന് പേരക്കുട്ടിയാണ്. ആ 3 സ്ത്രീ ജന്മങ്ങളും കുറെ ഒഴുകി നടന്ന് ഒടുവിൽ എവിടെയോ ഗ്രിപ്പ് കിട്ടിയപ്പോൾ എഴുന്നേറ്റു നിന്ന് തുള്ളിക്കൊരു കുടം പേമാരി. പുറത്തേക്ക് എവിടെയെങ്കിലും തണല് കിട്ടുമോ എന്ന് നോക്കിയപ്പോ കണ്ടത് മുമ്പിലൊരു കൊമ്പനാന. ഇതൊരു ഉസ്താദ് വാള് പറഞ്ഞതല്ലല്ലോ. ആരും അങ്ങനെയൊന്നും ട്രോളണ്ട. ഇതൊരമ്മച്ചി ലോകത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ലക്ഷക്കണക്കിന് ആളുകൾ നേരിട്ട് കണ്ട കാഴ്ചയാണ്. അവര് പങ്കുവെച്ച ചിത്രമാണ്. പച്ച മലയാളത്തില അമ്മച്ചി ലോകത്തോട് പറഞ്ഞു, ആ കാട്ടുമൃഗത്തോട് പറഞ്ഞു, ദ്രോഹിക്കരുത്, ഒന്നും ചെയ്യരുത്. ആ കാട്ടുകൊമ്പന്റെ 4 കാലുകൾക്കിടയിൽ ഈ 3 പെണ്ണുങ്ങൾ അന്ന് രാത്രി മഴ കൊള്ളാതെ അങ്ങനെ നിൽപ്പുറപ്പിച്ചപ്പോൾ ആ കാട്ടുകൊമ്പനും ചെവിയാട്ടുന്നുണ്ടായിരുന്നു. വേറെ ഒന്നും ചെയ്യുന്നുണ്ടായിരുന്നില്ല. ആ കാട്ടുകൊമ്പനും കരയുന്നുണ്ടായിരുന്നു. വൈദൽ വുഹൂശു ഹുശിറത്ത്. അല്ലാഹ് മഹ്ശറയുടെ പണി തുടങ്ങിയാൽ, ഖിയാമത്ത് നാളിന്റെ ഇടിപ്പടക്കങ്ങൾ തുടങ്ങിയാൽ ഒരു കുറുക്കനും കോഴിയെ തോണ്ടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. ഒരു നായയും പൂച്ചയെ ശല്യപ്പെടുത്തൂല. മുഹമ്മദുർ റസൂലുള്ളാഹി. കൊഴുത്തു തടിച്ച ആടിനെ മുന്നിൽ കിട്ടിയാൽ സിംഹം കടിച്ചു കീറൂല. മുഹമ്മദുർ റസൂലുള്ളാഹി.
ആ കാട്ടുകൊമ്പന്റെ നാലുകാലുകൾക്കിടയിലല്ലാതെ തുള്ളിക്കൊരു കുടം ഇറച്ചി തുളക്കുന്ന മഴത്തുള്ളിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടമില്ല എന്ന് തിരിച്ചറിഞ്ഞ 3 സ്ത്രീ ജന്മങ്ങൾ ഒരു രാത്രി നേരം വെളുപ്പിച്ചതാ ആനയുടെ കാൽ ചുവട്ടിലാണെങ്കിൽ മോനെ മഹ്ശറെങ്ങനെ, മോനെ പരലോകമെങ്ങനെ അല്ലാഹ് കാണിച്ചു തരുന്നില്ലേ? നീ കാണുന്നില്ലേ? കണ്ടിട്ടില്ലേ? അല്ലാഹു അതാ അഗ്നിപർവ്വതം പൊട്ടിച്ച് തീ എന്തെന്നു കാണിച്ചു തന്നാൽ, നരകം എന്തെന്നു പടച്ചോനങ്ങ് കാണിച്ചു തന്നാൽ, തീപിടുത്തം കാട്ടുതീ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു. ഒരു ട്രംപിനും തടയാനാവില്ല. ഒരു നാട് ചുട്ടരിക്കാൻ ഇവർക്ക് 10 മിനിറ്റ് മതിയാകും. തീ വന്നു വിളിച്ചാൽ, തീ വന്നങ്ങ് കത്തിത്തുടങ്ങിയാൽ പച്ചവെള്ളം കൊണ്ടുവന്നു തരാൻ ഇവർക്കാവില്ല. തീ കെടുത്തി കളയാൻ ഇവർക്ക് കഴിയില്ല. നരകം എന്താണ്? അതൊരു സത്യമാണ്. ജീവിതം എന്താണ്? ഇതൊക്കെയൊന്ന് നന്നായി പഠിച്ച് ആലോചിച്ച് നന്നാക്കാൻ. സുബ്ഹാനല്ലാഹ്. രാത്രിയിൽ തഹജ്ജുദ് നിസ്കരിക്കുന്ന മൊയ്തു ഉസ്താദ്, അല്ലാഹുവേ തഹജ്ജുദ് നിസ്കരിക്കുന്ന മുഅ്മിനാത്ത് മുഅ്മിനീൻ ഞങ്ങളെ നാടുകളിൽ ഇനിയും നിലനിർത്തി തരണേ പടച്ചവനെ. നടന്നങ്ങനെ പോകുമ്പോ എല്ലാവരോടും പുഞ്ചിരിച്ച് അവർക്കെല്ലാം സലാം പറഞ്ഞ് ആ നല്ല മുഅ്മിനീങ്ങളുടെ ഗുണം കാണിച്ച് പടച്ച തമ്പുരാനെ ചുണ്ടിൽ ദിക്റുകളും ഖുർആന്റെ വചനങ്ങളും ആ നല്ലൊരു നടത്തവും തൂമന്നഹാസവും ബഹുമാനപ്പെട്ട മൊയ്തു ഉസ്താദിനെ പോലെ ഞങ്ങളെയൊക്കെ സൽസ്വഭാവികളിൽ പെടുത്തി തരണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ പറ്റി പകല് ജനങ്ങളോട് പറയുന്നു, രാത്രിയിൽ പച്ച മനുഷ്യരുടെ സങ്കടങ്ങളെപ്പറ്റി അല്ലാഹുവോട് പറയുന്നു. ഇതല്ലേ ഈ പുണ്യം നിറഞ്ഞ ജന്മങ്ങൾ? അവരുണ്ടായാ മതി, ഒരു നാടിന്റെ വെളിച്ചം അവരു തന്നെ. ഖുലൂബുഹും മസാബിഹുദ്ദുജാ. പ്രസംഗിച്ചു ഒച്ചവെക്കണമെന്നില്ല. ആ പാവം മനുഷ്യരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള വെളിച്ചം മതി. കുറ്റാക്കൂരിരുട്ടിലും ആ നാട്ടിന് കാവലാക്കാൻ ആയിരക്കണക്കിന് മലക്കുകളെ അല്ലാഹു പറഞ്ഞയക്കാൻ ആ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള വെളിച്ചത്തിന് തെളിച്ചമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അങ്ങനെ ഒരു നല്ല ഉസ്താദ് അല്ലാഹുവേ, ഏത് ഉസ്താദ് വന്നാലും കൈമടക്കു കൊടുക്കുന്നു. ഏതു പാപം വന്ന് ചോദിച്ചാലും കയ്യിലുള്ളതൊക്കെ എടുത്തു കൊടുക്കുന്നു. ഏതു പിരിവിനും തന്നെ വന്നു കാണുന്നവർക്ക് നല്ല സന്തോഷത്തോടെ പ്രത്യേകം ഹദിയകൾ നൽകുന്നു. മർക്കസിലേക്ക് വരുമ്പോൾ കുറേ പൈസയുണ്ടാകും. കുറ്റ്യാടി സിറാജിലേക്ക് ചെല്ലുമ്പോൾ കയ്യിൽ കുറേ പൈസയുണ്ടാകും. വില്യാപ്പള്ളി ഉസ്താദ് മർക്കസിലേക്ക് വരുമ്പോൾ ഇത് മൊയ്തുവിലാറ് തന്നതാണെന്ന് പറഞ്ഞു മാറ്റിവെക്കാൻ കുറച്ച് കവറുകളും പണത്തിന്റെ കെട്ടുമൊക്കെ ഉണ്ടാകും. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ ഞങ്ങൾക്കിടയിൽ നിഷ്കാമകർമ്മിയായി ജീവിച്ച് വെളിച്ചം തന്ന് കടന്നുപോയ ആ ഖുർആനെ സ്നേഹിക്കുന്ന ഹൃദയത്തിൽ ഈമാന്റെ വെളിച്ചം ഞങ്ങൾക്ക് കാണിച്ചു തന്ന നല്ല മനുഷ്യന്റെ പേരിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയത് അഫ്ളലുൽ അഅ്മാൽ അൽ ഹുബ്ബു ഫില്ലാഹ്. ഈമാന്റെ പേരിലുള്ള മഹബ്ബത്താണ് ഏറ്റവും വലിയ സൽക്കർമ്മമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ വലിയ സൽക്കർമ്മത്തിൽ നീ വരവ് വയ്ക്കണം അല്ലാഹ്. ആമീൻ ബിറഹ്മതിക് യാ അർഹമർ റഹീമീൻ. ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ റളിയല്ലാഹു അൻഹാന്റെ ആണ്ടായിരുന്നു ഇന്നലെ. നബിതങ്ങൾ അവരെ ത്വലാഖ് ചെല്ലാൻ ചുമ്മാ ആലോചിച്ചപ്പോൾ ജിബ്രീൽ വന്നു പറഞ്ഞു ചെല്ലരുത്. അള്ളാന്റെ റസൂൽ ചോദിച്ചു അതെന്താണ്? അപ്പോൾ പറഞ്ഞു ആ പെണ്ണെമ്പാടും സുന്നത്ത് നോമ്പ് എടുക്കലുണ്ട്, ആ പെണ്ണ് ധാരാളം തഹജ്ജുദ് നിസ്കരിക്കലുണ്ട്, ആ പെണ്ണിന്റെ കണ്ണീര് ഞങ്ങൾക്കും കൂടി കണ്ണീരാണ് എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂല് പറഞ്ഞു ഞാൻ അവരെ ത്വലാഖ് ചൊല്ലൂല. സുബ്ഹാനല്ലാഹ്. കേസിന് നമ്മൾ വക്കീലുമാരെ ഏൽപ്പിച്ചാൽ നമ്മൾ വിജയിക്കാറുണ്ടോ?
പലപ്പോഴും കേസ് നീട്ടിക്കൊണ്ടുപോയാൽ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടാറുണ്ടോ? പടച്ചോനെ, കുടുംബകലഹവും കോടതിയും 15 കൊല്ലം അങ്ങനെ അങ്ങ് നീണ്ടുപോയി. പിന്നെ വിധി അനുകൂലമായിട്ടും കാര്യമല്ല, പ്രതികൂലമായാലും മോശമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും കുടുംബ വിഷയങ്ങളിലെ കേസിൻ്റെ വക്കീലുമാരുടെയൊക്കെ സ്വഭാവമെങ്കിൽ ഒരു ചെറിയ കേസ് ജിബ്രീൽ അലൈഹിസ്സലാം വക്കീലായി വന്നു ചാടി ഫി ഹദറത്തി മുഹമ്മദ് റസൂലുള്ളാഹ്. അതാണ് ഉമ്മുൽ മുഅ്മിനീൻ ഹഫ്സ ബീവിയുടെ കഥ. അവരെ ആണ്ടാണ് ഇന്നലെ. നമ്മളെ കുടുംബ കലഹം തീരാൻ സുന്നത്ത് നോമ്പ് എടുക്കണേ ഉമ്മമാരെ. നമ്മളെ കുടുംബത്തിൽ സന്തോഷവും മക്കൾ സ്വാലിഹീങ്ങളും ആകാൻ പകല് നോമ്പെടുത്തിട്ടും രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ടും മലായികത്തിൻ്റെ കാവൽ ഉറപ്പുവരുത്തുക ഏറ്റവും നല്ല സുഹൃതത്തിൻ്റെ ആ വഴി. ശഅബാൻ മാസത്തിൽ ഞാനൊന്നങ്ങ് ഓർമ്മിപ്പിച്ചതാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം സുന്നത്ത് നോമ്പെടുക്കണ മാസം ശഅബാനാണ് എന്ന് ഹദീസുകളിൽ കാണാം. ഈ ശഅബാൻ തതശഅബു ഫീഹിൽ ഖൈറാത്തു, ബർക്കത്തുകൾ ഇങ്ങനെ ശാഖാശിഖരങ്ങളായി പൊട്ടി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന, അതാണ് ശഅബാൻ എന്ന പേരിൻ്റെ അർത്ഥം. ഞങ്ങൾക്ക് കുറേ സൽക്കർമ്മങ്ങൾ തരണേ പഠിച്ചവനെ, ഞങ്ങൾക്ക് റമദാൻ എത്തിച്ചു തരണേ തമ്പുരാനെ. ഞങ്ങൾക്ക് അടുത്ത റമദാൻ ആകുമ്പോൾ ഇനി ആരൊക്കെയാണ് ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചു പോകാനുള്ളത് അറിയില്ല. ഇൽമു തഖ്വ ആഫിയത്ത് സലാമത്തോടെ ഈ നാട്ടിലെ ഉമറാക്കൾക്ക്, ദീനിൻ്റെ ഖാദിമീങ്ങൾക്ക്, ഈ മദ്രസയുടെയും മസ്ജിദിൻ്റെയും ദീനിൻ്റെയും പ്രവർത്തകർക്ക്, ഉസ്താദുമാർക്ക് നീ എല്ലാവർക്കും ദീർഘായുസ് നൽകണം അല്ലാഹ്. പാവമൊരു പെണ്ണിൻ്റെ ഗർഭവും പ്രസവവും ആ വിഷയത്തിൽ ബേജാറുള്ളൊരു രക്ഷിതാവ് ദുആ ചെയ്യാൻ ഓർമ്മിപ്പിച്ചു. നീ അവർക്ക് സന്തോഷം നൽകണേ പഠിച്ചവനെ. കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു സഖാഫിൻ്റെ ഭാര്യ കിഡ്നി പോയി. ആ ഭാര്യയുടെ ഉമ്മ കിഡ്നി കൊടുക്കാൻ ഓപ്പറേഷന് തയ്യാറാവാൻ. രണ്ടാർക്കും അള്ളാഹു ശിഫ നൽകട്ടെ. ഈ സങ്കടം കണ്ടിട്ട് ഉമ്മ അറ്റാക്കായി മരിച്ചുപോയി. ആ ഉമ്മാക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. വീട്ടിൽ നിന്ന് അനങ്ങാൻ വയ്യാത്ത ആ സഖാഫി, അദ്ദേഹത്തിനും ഞങ്ങൾക്കും വല്ലാത്ത പരീക്ഷണങ്ങളും പൊള്ളുന്ന ദുരന്തങ്ങളും നീ തരല്ലേ തമ്പുരാനെ. എൻ്റെ ഉമ്മ നാളെ രാവിലെ ഒരു ചെറിയ ഓപ്പറേഷൻ. അള്ളാഹുവേ നീ ശിഫ നൽകണേ അള്ളാഹ്. പെട്ടെന്ന് ഖൈറായ വഴികൾ തുറന്നേ തമ്പുരാനെ. ഈ മജ്ലിസിൽ വന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും പ്രിയപ്പെട്ട മൊയ്തു ഉസ്താദിനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കൊപ്പം സ്വർഗലോകത്ത് ഒരുമിച്ചുകൂടി പരസ്പരം സന്തോഷം പറഞ്ഞു പങ്കിടാൻ ഈ സദസ്സ് നീ നിമിത്തമാക്കി തരണം അല്ലാഹ്. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.